ലാ യദ്ഖുലുൽ ജന്ന, നബി തങ്ങൾ പറയുന്നു സ്വർഗത്തിൽ കിടക്കുകയില്ല ലഹ്മുൻ നബത്ത മിനസ് സുഹിറ്റി, ഹറാമ് തിന്നു വളർന്ന മാംസം. വകുല്ലു ലഹ്മിൻ നബത്ത മിനൽ സുഹിറ്റി കാനത്തിന്നാറു ഔലാബി, ഹറാമ് തിന്നു വളർന്നിട്ടുള്ള ഏതൊരു മാംസവും നരകമാണ് അതുകൊണ്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ നടത്തുന്ന ഇടപാടുകൾ സാധുവാണോ അസാധുവാണോ അള്ളാഹുവിൻ്റെ നിയമത്തിൻ്റെ വീക്ഷണത്തിൽ എന്ന് പരിശോധിക്കേണ്ടത് നമ്മുടെ കടമയാകുന്നു. ഇല്ല, അതിൽ വല്ല അവ്യക്തയും ഉണ്ടെങ്കിലോ, തെറ്റാണോ കുറ്റമാണോ എന്നതിൽ അവ്യക്തതയുണ്ടെങ്കിലോ അവിടെ സ്റ്റേ. അൽ ഹലാലു ബയ്യിനും വൽ ഹറാമു ബയ്യിൻ വബൈനഹുമാ മുശ്തബിഹാത്തുൻ ലാ യഅലമുഹുന്ന കസീറും മിനന്നാസ്. നബി തങ്ങൾ പറഞ്ഞു, ഹലാല് പലതും വ്യക്തമാണ്, ഹറാമ് പലതും വ്യക്തമാണ്. ചായ കുടിക്കാൻ പാടുണ്ടോ, കാപ്പി കുടിക്കാൻ പാടുണ്ടോ, വെള്ളം കുടിക്കാൻ പാടുണ്ടോ, നമുക്കറിയാം ഇതൊക്കെ ഹലാലാണെന്നറിയാം. അല്ലാഹു തആല അനുവദിച്ചതാണ് കൂടുതൽ, നിരോധിച്ചത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ഹറാമ് വ്യക്തമാണ്, കള്ളു കുടിക്കാൻ പാടില്ല, ചൂതാട്ടം പാടില്ല, പലിശ പാടില്ല, നമുക്കറിയാം. വബൈനഹുമാ മുശ്തബിഹാത്തുൻ, അതിൻ്റെ ഇടയിൽ ചില കാര്യങ്ങൾ അവ്യക്തമായതുണ്ട്. ലാ യഅലമുഹുന്ന കസീറും മിനന്നാസ്, ജനങ്ങളിൽ നിന്ന് അധികപക്ഷം ആളുകൾക്കും അത് അറിയുകയില്ല. അത് ലാ യഅലമുഹുന്ന കസീറും മിനന്നാസ്, ജനങ്ങളുടെ ഭൂരിപക്ഷം ആളുകൾക്കും അറിയുകയില്ല. അപ്പോൾ ആഴത്തിൽ വിജ്ഞാനമുള്ള ഗവേഷണ പടുക്കളായ മഹാരഥന്മാരായ പണ്ഡിതന്മാർക്ക് മാത്രമേ അറിയുകയുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങൾ ഫമൻ തറക്കഹാ ഫഖദ് ഇസ്തബ്റ ലിദീനിഹി വഇർലിഹി, സംശയാസ്പദമായ കാര്യങ്ങൾ അത് വർജിച്ചാൽ അവൻ്റെ അഭിമാനത്തെയും അവൻ്റെ ദീനിനെയും അവൻ കുറ്റമറ്റതാക്കി തീർത്തു. അപ്പോൾ അതുകൊണ്ട് സംശയാസ്പദമായ കാര്യങ്ങൾ വ്യക്തമായി മഹാന്മാരായ പണ്ഡിതന്മാരിൽ നിന്ന് മനസ്സിലാക്കുന്നത് വരെ അതുമായി നമ്മൾ അടുക്കാൻ പാടില്ല, സ്റ്റേ കൊടുക്കണം. വ്യക്തമായി മനസ്സിലായതിനു ശേഷമേ മാത്രമേ അതുമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടി പാടുള്ളൂ. ആരാണ് ന്യൂനപക്ഷം? ഇതറിയുന്ന ന്യൂനപക്ഷം നമുക്ക് വല്ലതും അറിയുമോ? ഇല്ല. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിൽ നിന്നും തുരുസുന്നത്തിൽ നിന്നും അസ്പഷ്ടങ്ങളായ കാര്യങ്ങൾ, ഗവേഷണാത്മകമായ കാര്യങ്ങൾ, അത് ഗവേഷണം ചെയ്യാൻ നമുക്കർഹതയില്ല. അതിന് യോഗ്യരായ സർവസമ്മതിതരായ മഹാരഥന്മാരായ ഫുഖഹാ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ, അവർ പിന്നെ അവരുടെ ഗ്രന്ഥങ്ങളിൽ ക്രോഡീകരിച്ച് രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കാലികമായി വരുന്ന പ്രശ്നങ്ങൾ, അതിനെക്കുറിച്ച് പ്രതിവിധി കണ്ടെത്തുകയാണ് നമ്മുടെ ധർമ്മം. അത് നമ്മുടെ മഹാന്മാരായ ആലിമീങ്ങൾ, പൂർവീകരായ മഹാന്മാരായ ആലിമീങ്ങൾ രേഖപ്പെടുത്തി വെച്ചത് അത് പരിശോധിച്ചു കൊണ്ടാണ് നമുക്ക് വിധി പറഞ്ഞു തരുന്നത്. ഈ അടിസ്ഥാനത്തിൽ, ഇസ്ലാമിക ഫിഖഹിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഈ വിഷയത്തെക്കുറിച്ച് ഒരു ലളിതമായ ചർച്ച നമുക്ക് നടത്താം. എല്ലാ സംശയങ്ങളും തീർക്കാൻ അത് സാധിക്കുകയില്ല. ഇത് വാസ്തവത്തിൽ സംവാദം എന്ന് ഒരു കൗതുകകരമായിട്ട് നിങ്ങളെയൊക്കെ ആകർഷിക്കാനും സസിലുരപ്പിച്ചു കൂട്ടാനും വേണ്ടി സംഘാടകർ വെച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ ഒരു വാദപ്രതിവാദമോ സംവാദമോ മുഖാമുഖമോ ഒന്നും നടത്തുന്നില്ല. ഇവിടെ ഒരു വിജയപരാജയം എന്നത് അളക്കുന്നുമില്ല. ഇവിടെ നമുക്കറിയാവുന്ന ചില യാഥാർത്ഥ്യങ്ങൾ സത്യാന്വേഷണ ബുദ്ധികളായ, നിർമ്മത്സര ബുദ്ധികളായ, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വിധി ഇതിൽ എന്ത് എന്ന് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നത് മാത്രമാണ് ചെയ്യുന്നത്. സംശയമുള്ളത് എഴുതി ചോദിക്കാം, ഫുൾ അഡ്രസ്സ് വേണം. ആ സംശയം വ്യക്തമായിട്ട് കുറഞ്ഞ വാക്കിൽ എഴുതി, ഉള്ള സമയത്ത് നമുക്ക് സമയമുണ്ടെങ്കിൽ നമുക്ക് അതിന് മറുപടിയും പറയാം. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപമായിട്ട് പറയുമ്പം തന്നെ മിക്കവാറും നമുക്ക് സംശയം തീരും. പിന്നെ സംശയം ചോദിക്കാനായിട്ടൊരാൾ ഒരുങ്ങിയാലും സംശയമായിട്ട് തീരുമില്ല. അങ്ങനെ ചില ആൾക്കാർ സംശയം തീരാത്തവർ മുമ്പൊരുത്തം വന്നിട്ട് ഒരാളോട് പറഞ്ഞ് എൻ്റെ സംശയം ഉസ്താദ് എനിക്ക് തീരണില്ല, ഞാൻ ആരോട് ചോദിച്ചിട്ടും തീരണില്ല. അപ്പം അയാൾ കുറച്ച് വിളഞ്ഞ ഉസ്താദ്, അയാൾ പറഞ്ഞൊരു കാര്യം, എൻ്റെ എല്ലാ സംശയങ്ങളും കണ്ട് എഴുതിക്കൊണ്ടിരുന്നു. അവൻ എഴുതി 1-2-3 മാസം ഇരുന്ന് സംശയമൊക്കെ എഴുതി ഉസ്താദിൻ്റെ അടുത്ത് കൊണ്ടു കൊടുത്തു. ഉസ്താദ് പറഞ്ഞ് ഇതെല്ലാം കൂടി കൊണ്ടുപോയിട്ട് കടലിൽ കൊണ്ടുപോയി എറിയുന്നത്. എല്ലാ സംശയം കൂടി കൊണ്ടുപോയി കടലിൽ എറിഞ്ഞ് എങ്ങനെ ഉണ്ടോന്ന് ചോദിച്ചു. ഉസ്താദ് അത് ആണ്ടോ ആണ്ടിയില്ലെന്ന് എനിക്കിപ്പോൾ വലിയ സംശയമുണ്ട്. എല്ലാം കൂടി കടലിൽ എറിഞ്ഞിട്ട് ഇനിയും സംശയം ബാക്കിയുണ്ട്. ഇതാ സംശയം എന്ന് പറഞ്ഞാൽ ചിലത് ആൾക്കാരെ സംശയം തീർക്കാൻ കഴിയില്ല. പക്ഷേ നമുക്ക് മനസാക്ഷി, ഇസ്തഫ്തി നഫ്സക്ക എന്ന് മഹാനായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഏതൊരാളോടും ചെന്ന് ചോദിക്കുന്നതിൻ്റെ മുമ്പ് സ്വച്ഛമായ പ്രകൃതമുള്ള മനുഷ്യന് മനസാക്ഷി എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ആ മനസാക്ഷിയോട് ചോദിച്ചാൽ അവന് കിട്ടും ഇത് ശരിയാണോ അല്ലേ എന്ന്. ആ മനസാക്ഷിയോടാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. നെറ്റ്വർക്ക് ബിസിനസ് എന്ന് പറയുന്ന ബിസിനസ്സിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്തു വരുന്നത്, അല്ലേ? നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പേരുണ്ട്, നെറ്റ്വർക്ക് ബിസിനസ് എന്ന് പേരുണ്ട്, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പേരുണ്ട്, ഡയറക്റ്റ് മാർക്കറ്റിംഗ് സിസ്റ്റം എന്ന് പേരുണ്ട്.
അതുപോലെ റഫറൽ മാർക്കറ്റിംഗ് എന്ന് പേരുണ്ട്. എല്ലാം ഏകദേശം ഒന്ന് തന്നെ. എല്ലാം ഏകദേശം ഒന്ന് തന്നെ. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നും നെറ്റ്വർക്ക് ബിസിനസ് എന്നും മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്നും ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നതും റഫറൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഏകദേശമൊക്കെ ഒന്ന് തന്നെ, പേരിൽ വ്യത്യസ്തങ്ങളാണെങ്കിലും. എന്താണ് ഇതിൻ്റെ നിർവചനം? ഏതിനുമുണ്ടല്ലോ ഒരു നിർവചനം, ഒരു തൈരീഫും ഡെഫിനിഷൻ വേണമല്ലോ. എന്താണ് നിർവചനം? കമ്മീഷൻ വാഗ്ദാനം ചെയ്ത് ഉപഭോക്താക്കളെ ഉൽപ്പന്നത്തിൻ്റെ പ്രചാരകരാക്കി മാറ്റുന്ന ബിസിനസ്. കമ്മീഷൻ വാഗ്ദാനം ചെയ്യുന്നു, എന്നിട്ട് ഉപഭോക്താക്കളെ തന്നെ ഉൽപ്പന്നത്തിൻ്റെ പ്രചാരകരാക്കി മാറ്റുന്നു. ഈ ബിസിനസ്സാണ് വാസ്തവത്തിൽ മൾട്ടി ലെവൽ ബിസിനസ്സിലെ നെറ്റ്വർക്ക് ബിസിനസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉപജ്ഞാതാക്കൾ എല്ലാ തിന്മകളുടെയും ഈറ്റില്ലമായ അമേരിക്ക. ആ അമേരിക്കയിൽ നിന്ന് തന്നെ മനുഷ്യരാശിക്ക് ഗുണമുള്ള പലതും അവിടുന്ന് വരുന്നുണ്ട്. തിന്മകളുടെയും ഈറ്റില്ലം അത് തന്നെ. അമേരിക്കൻ മാർക്കറ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് വാസ്തവത്തിൽ ഇതിൻ്റെ ഉപജ്ഞാതാക്കൾ. 1940 ചെറിയ രീതിയിൽ ഇത് ആവിർഭവിച്ചുവെങ്കിലും അത് പരാജയപ്പെടുകയാണ് ഉണ്ടായത്. നല്ലൊരു കമ്മീഷൻ പാക്കേജുകൾ ഇല്ലാത്തതുകൊണ്ടും അതുപോലെ തന്നെ ഗതാഗത സൗകര്യങ്ങളും വാർത്താവിനിമയ മാർഗങ്ങളുമൊക്കെ അന്ന് തുലം കുറവായതുകൊണ്ട് അത് വേണ്ടത്ര വിജയിച്ചില്ല. രണ്ടാമത് ഈ സൗകര്യങ്ങളൊക്കെ ലോകത്ത് ലഭ്യമായി തുടങ്ങിയപ്പോൾ 1960 അമേരിക്കയിൽ തന്നെ ഇത് പുനരാഗമിക്കുകയുണ്ടായി. ലോകത്ത് ഒന്നാമത്തേത് ആംബേ കോർപ്പറേഷനാണ്. നെറ്റ്വർക്ക് ബിസിനസ് രംഗത്ത് ലോകത്ത് ആദ്യമായി വന്നിട്ടുള്ളത് ആംബേയാണ്. ഇന്ത്യയിൽ ആദ്യമായി വന്നിട്ടുള്ളത് ക്വാണ്ടം ആകുന്നു. ഇന്ത്യയിൽ ഒന്നാമത്തേത് ക്വാണ്ടമാണ്. ആസ്ഥാനം ഇന്ത്യയിൽ ഡൽഹി. ക്വാണ്ടമുണ്ട്, ആംബേ ഉണ്ട്, കോണിബയോ ഉണ്ട്, RMP ഉണ്ട്, RCM ഉണ്ട്, DXN ഉണ്ട്, മോഡി കെയർ ഉണ്ട്, യൂണിഡോൾ ഉണ്ട്, ഇനിയും പലതും ഉണ്ട്. മിൻഹും മൻ ഖസസ്ന അലൈക വമിൻഹും മൻ ലം നഖ്സുസ് അലൈക. അല്ലേ? ധാരാളമുണ്ട്. എല്ലാറ്റിൻ്റെയും പൊതുധർമ്മം ഒന്ന് തന്നെ. നെറ്റ്വർക്ക് ബിസിനസ് വളരെയധികം ലോകത്ത് സ്വാധീനം ചെലുത്തി എന്ന് അതിൻ്റെ ആളുകൾ അവകാശപ്പെടുകയാണ്. 150 രാജ്യങ്ങളിൽ ലോക ബിസിനസ്സിൻ്റെ 65% അവർ കീഴടക്കിയെന്ന അവകാശവാദം. ലോകത്തെ 34 ദശലക്ഷം ജനങ്ങൾ ഈ രീതി ഉപയോഗപ്പെടുത്തുന്നു എന്ന് അവകാശപ്പെടുന്നു. അമേരിക്കയിൽ മാത്രമായി 750 പരം നെറ്റ്വർക്ക് കമ്പനികൾ ഉണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. അതിൽ 60% സ്ത്രീകൾ ആണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. പെണ്ണുങ്ങൾക്ക് വീട് വിടാന്തരം കയറി വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണിത്. അതുകൊണ്ട് 60% പെണ്ണുങ്ങളാണ്. പിന്നെ ആംബേയിൽ മാത്രം എടുത്താൽ 70% സ്ത്രീകളാണ്. അവരുടെ അവകാശവാദം എന്താണെന്നറിയാമോ? നെറ്റ്വർക്ക് ബിസിനസ് 57.8% ആണ് അതിൻ്റെ വാർഷിക വളർച്ച എന്നാണ് പറയുന്നത്. അതേ അവസരം ട്രഡീഷണൽ മാർക്കറ്റിംഗ് ആണെങ്കിലോ, നമ്മുടെ പരമ്പരാഗത മാർക്കറ്റിംഗ് സിസ്റ്റം, അത് വർഷത്തിൽ 9% മാത്രമാണ് അതിൻ്റെ വളർച്ച. മറ്റേത് 57.8% എന്ന് അവകാശപ്പെടുന്നു. എന്താണ് വ്യത്യാസം? നമ്മളുടെ സർവ്വസാധാരണമായ മനുഷ്യന്റെ ഉൽപ്പത്തി മുതൽ ഇന്ന് വരെ തുടർന്നു വരുന്ന സാർവത്രികമായ ലോകത്തെമ്പാടുമുള്ള വിപണന രീതി, ട്രഡീഷണൽ മാർക്കറ്റിംഗ് സിസ്റ്റം, പരമ്പരാഗത വിപണന രീതി. ആ രീതിയിൽ കമ്പനി ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഏജന്റ് വരുന്നു, പിന്നെ ഡിസ്ട്രിബ്യൂട്ടർ, അല്ലെ, മൊത്ത വ്യാപാരി, ചില്ലറ വ്യാപാരി, പിന്നെയാണ് കസ്റ്റമർ, ഉപഭോക്താവ് വരുന്നത്. അപ്പം അതിൻ്റെ ഇടയിൽ കുറെ ഇടത്തട്ടുകൾ വരുന്നുണ്ട്. ഈ ഇടത്തട്ടുകൾക്കെല്ലാം കൂടി 30% വാസ്തവത്തിൽ ലാഭം കൊടുക്കേണ്ടി വരുന്നു, പിന്നെ അവർക്ക് വരുമാനം കൊടുക്കേണ്ടി വരുന്നു. അപ്പം ഈ 30% ഈടാക്കുന്നത് ആരോടാണ്? ഉപഭോക്താവിനോടാണ് ഈടാക്കുന്നത്. പരസ്യം വകയിലും ഒരു 30% വരുന്നു. അപ്പം 60%. 100 രൂപ വിലയുള്ള ഒരു സാധനത്തിന് വാസ്തവത്തിൽ പ്രൊഡക്ഷൻ ചെലവ് 40 രൂപയെ വരുന്നുള്ളൂ. ബാക്കി 60ഉം ഇടത്തട്ടും പരസ്യവുമായിട്ട് പോകുന്നു. ഉദാഹരണം, ഇതിൽ വേറെ ചെലവുകളൊക്കെ എന്താണെന്ന്, വേറെ ട്രാൻസ്പോർട്ടിങ് ചെലവും മറ്റേ ചെലവും ഗോഡൌൺ ചെലവും മറ്റേ ചെലവുകളൊക്കെ വരും. അതുകൊണ്ട് ഇതിൻ്റെ കണക്ക് പലരും പല രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. നെറ്റ്വർക്ക് ബിസിനസ്സിൻ്റെ ആളുകൾ നമ്മുടെ അടുത്ത് വരുമ്പോൾ ആദ്യമായി തന്നെ ഫിറ്റ് ചെയ്തൊരു പുഞ്ചിരിയോടുകൂടി വന്ന് സമീപിച്ച്
നമ്മളുമായുള്ള പൂർവ്വ ബന്ധങ്ങളൊക്കെ അനുസ്മരിച്ച് കുശലം പറഞ്ഞ് വേണമെങ്കിൽ നമ്മളെ ക്ഷണിച്ച് ഡിന്നറൊക്കെ തന്ന് ഏതെങ്കിലും ഒരു സെമിനാറിനോ സിമ്പോസിയത്തിനോ എവിടെയെങ്കിലും സ്ഥലത്ത് കോൺഫറൻസിനോ വിളിച്ച് നല്ല ഉയർന്നൊരു ഹോട്ടലിലോ മറ്റോ ക്ഷണിച്ച് വരുത്തിയിട്ടോ അല്ലെങ്കിൽ വൈയക്തികമായി സമീപിച്ചിട്ടോ നമ്മളോട് വയലു പറയാൻ തുടങ്ങുമ്പോൾ ആദ്യമായി നമ്മുടെ താല്പര്യത്തെ, ധനസമ്പാദനത്തിലുള്ള താല്പര്യത്തെ, തൃഷ്ണയെ തട്ടി ഉണർത്തുന്നു. എന്നിട്ടാണ് ഈ ട്രഡീഷണൽ മാർക്കറ്റിംഗ് സിസ്റ്റവും മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് സിസ്റ്റവും തമ്മിലുള്ള അന്തരം നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. അപ്പൊ പരമ്പരാഗത ബിസിനസ് രീതിയിൽ ഇടത്തട്ടുകാർക്കും പരസ്യത്തിനും പോകുന്നത് സ്വരൂപണം നടത്തി അത് ഉപഭോക്താക്കൾക്ക് തന്നെ കൊടുക്കുന്നു. അതുകൊണ്ട് ഈ സിസ്റ്റമാണ് ഏറ്റവും ഗുണകരം. നെറ്റ് മാർക്കറ്റിംഗ് നേരിട്ട് കമ്പനിയുടെ പ്രൊഡക്റ്റ് ഉപഭോക്താവിലെത്തുകയാണ്, ഇടത്തട്ടുകാരില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം, ഇടത്തട്ടുകാരുണ്ടോ, പരസ്യമുണ്ടോ, എവിടെയാണ് ഇടത്തട്ടുകാർ കൂടുതലുള്ളത്, എവിടെയാണ് പരസ്യം കൂടുതലുള്ളത് നമുക്ക് പറയാം ഇൻഷാ അല്ലാഹ്. അവരുടെ അവതരണമാണ് പറയുന്നത്. ട്രഡീഷണൽ മാർക്കറ്റിംഗ് സിസ്റ്റത്തിൽ ഇടത്തട്ടുകാർക്കും പരസ്യത്തിനുമൊക്കെ കൊടുക്കുന്നത് സ്വരൂപണം നടത്തി അത് ഇവിടെ കൊടുക്കുന്നത് ആർക്കാണ്? ഇവിടെ ID മാർക്ക്, ഇൻഡിപെൻഡന്റ് ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയുന്ന സ്വതന്ത്ര വിതരണക്കാരനായ കമ്പനിയുടെ അംഗങ്ങൾ, ഉപഭോക്താക്കൾ, അവർക്കാണ് കൊടുക്കുന്നത്. പല ഗുണങ്ങളുമുണ്ട്. RCMന്റെ കണക്കിൽ തന്നെ കാണാം അല്ലേ, BVയുടെ 41% തിരിച്ചു നൽകുന്നു എന്ന്. കിറ്റ് വാങ്ങുന്ന കിറ്റിനെ കുറിച്ച് പറയാൻ പോകുന്ന ഇൻഷാ അല്ലാഹ്. കിറ്റ് വാങ്ങുന്ന വ്യക്തി 100 BV അഥവാ 1000 രൂപയുടെ ബിസിനസ് ചെയ്തതായി കമ്പനി കണക്കാക്കും. ഉൽപ്പന്നങ്ങളുടെ മേൽ ഒരു ക്ലിപ്ത ബിസിനസ് വാല്യം നിജപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനാണ് BV എന്ന് പറയുന്നത്. ഒരു BV എന്ന് പറഞ്ഞാൽ ഏകദേശം ചില കമ്പനികൾ കണക്കാക്കിയ 100 രൂപ എന്ന്. അപ്പോൾ ഇവിടെ RCMന്റെ കണക്കിൽ കാണാം BVയുടെ 41% തിരിച്ചു നൽകുന്നു ഉപഭോക്താവിന് തന്നെ. കമ്മീഷൻ ഇനത്തിൽ 30%, റോയൽറ്റി ഇനത്തിൽ 6%, ടെക്നിക്കൽ ബോണസ് 5% സമം 41. 30 പ്ലസ് 6 പ്ലസ് 5 41. മാത്രമല്ല ഇവിടെ നെറ്റ് മാർക്കറ്റിലൂടെ ഒറിജിനൽ ഉൽപ്പന്നങ്ങളാണ് കിട്ടുക. പിന്നെ ഇത് ക്യാഷ് ബിസിനസ്സാണ്, ടീം വർക്കാണ്, ലാഭം ഉറപ്പാണ്, വ്യക്തിത്വ വികസനം അതും ഉണ്ടാകുന്നു. മറ്റേതോ അങ്ങനെയല്ല. വാസ്തവത്തിൽ അവിടെ പല റിസ്കുകളുമുണ്ട്. ഒറിജിനൽ ഉൽപ്പന്നങ്ങൾ കിട്ടുകയില്ല. പല ചതിയും വഞ്ചനവുമൊക്കെ പരമ്പരാഗത ബിസിനസ്സിൽ നടക്കുന്നുണ്ട്. പിന്നെ അവിടെ പണം മുടക്ക് ഉണ്ട് അല്ലേ, അവിടെ ചരക്ക് വേണം, പണം മുടക്കി ചരക്ക് പിന്നെ വാങ്ങിയിട്ട് കച്ചവടം നടത്തുന്നു. നമുക്ക് വാസ്തവത്തിൽ മെമ്പർമാരെങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി. ചെയിൻ ബിസിനസ്സിലാണെങ്കിൽ ലാഭേച്ഛയോടുകൂടി അംഗങ്ങളെ ചേർത്ത് കൊടുത്താൽ മതി, ഇൻഷാ അല്ലാഹ് പറയാം. പിന്നെ അവിടെ ഒരു ടീം സ്വരൂപണം നടത്തിക്കഴിഞ്ഞാൽ ടീം വർക്കാണ്. എല്ലാവരും ടീമായിട്ട് വർക്ക് ചെയ്യുന്നു, പരസ്പര സഹായമുണ്ടാകും, ലാഭം സുനിശ്ചിതമാണ് എന്ന് അവർ പറയുന്നു. ലാഭം സുനിശ്ചിതമാണോ അല്ലേ, എത്രത്തോളം കബളിപ്പിക്കപ്പെടുന്നു ഇൻഷാ അല്ലാഹ് പറയാം. പിന്നെ വ്യക്തിത്വ വികസനവും ഉണ്ടാകുന്നു. ഇങ്ങനെ പല നേട്ടങ്ങളും ഉള്ളതുകൊണ്ട് ഈ മാർക്കറ്റിംഗ് സിസ്റ്റം ബഹുനില വിപണന രീതി എന്ന് പറയുന്ന മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് സിസ്റ്റമാണ് കരണീയം എന്നാണ് അവർ നമ്മളെ പഠിപ്പിക്കുന്നത്. എങ്ങനെ ഈ നെറ്റിൽ കണ്ണിയാകാം? നമുക്ക് ഈ നെറ്റിൽ എങ്ങനെ കണ്ണിയാകാം? അത് ഒരു പുതിയ ഐഡിയെ സ്പോൺസർ ചെയ്യാൻ നിലവിലുള്ള ഐഡിക്ക് അവകാശമുള്ളൂ. ഒരു സ്വതന്ത്ര വിതരണക്കാരൻ എന്ന് പറയുന്ന ID, കമ്പനിയുടെ ഒരു ID, അയാൾ മുഖേന മാത്രമേ വേറൊരാൾക്ക് ID ആകാൻ സാധിക്കുകയുള്ളൂ. അതിന് അങ്ങനെ മെമ്പറാകുമ്പോൾ ബിസിനസ് സ്റ്റാർട്ടിംഗ് കിറ്റ് അല്ലെങ്കിൽ സ്റ്റാർട്ടർ കിറ്റ് എടുക്കണം. ആ കിറ്റ് വാങ്ങുന്നതിന് പല കമ്പനിയും പല സംഖ്യയാണ് നിശ്ചയിച്ചിട്ടുള്ളത്.
ചില കമ്പനികൾ 1500, ചില കമ്പനികൾ 4400, അതിൽ ഏറ്റക്കുറച്ചിലുള്ള കമ്പനികളുമുണ്ട്. ഒരു നിശ്ചിതമായ സംഖ്യ കൊടുത്ത് ഒരു കിറ്റ് വാങ്ങണം. കിറ്റ് വാങ്ങുമ്പോൾ ഉദാഹരണത്തിന് കോണ്ടത്തിൻ്റെ കിറ്റാണ് വാങ്ങുന്നതെങ്കിൽ ഇന്ത്യയിൽ ഒന്നാമത് വന്നത് കോണ്ടമാണല്ലോ, അല്ലേ? അപ്പോൾ അവിടെ 1500 രൂപയോ അല്ലെങ്കിൽ തത്തുല്യമായ സംഖ്യയോ കൊടുത്തുകൊണ്ട് അവിടെ ഒരു കിറ്റ് വാങ്ങുമ്പോൾ അതിൽ പല സാധനങ്ങളുമുണ്ട്. ആ കിറ്റിൽ എക്സിക്യൂട്ടീവ് ബാഗ്, ഫയല്, ബിസിനസ് പഠിക്കാൻ ആവശ്യമായ ലിറ്ററേച്ചർ ഉണ്ടാകും, പ്രൊഡക്റ്റ് വിവരങ്ങൾ ഉണ്ടാകും, പ്രൈസ് ലിസ്റ്റ് ഉണ്ടാകും, മെമ്പർഷിപ്പ് ഫോമുകൾ ഉണ്ടാകും, പിന്നെ സാമ്പിൾ പ്രൊഡക്റ്റുകളും ഉണ്ടാകും. ഇതെല്ലാം കൂടി ഉൾക്കൊള്ളുന്ന ഒരു കിറ്റ് വാങ്ങുന്നു. നിശ്ചിതമായൊരു സംഖ്യ കൊടുത്ത് കമ്പനിയുടെ ഒരു കിറ്റ് വാങ്ങി മെമ്പറായി. ഇവിടെ മെമ്പറായി കഴിഞ്ഞാൽ പിന്നെ വെറുതെ ഇരുന്നാൽ കമ്പനി ഓഫർ ചെയ്യുന്ന ലാഭങ്ങൾ കിട്ടുകയില്ല, കമ്മീഷനുകൾ കിട്ടുകയില്ല. അതിന് ഒരു ID കുറഞ്ഞത് 2, 5, 4, 6 ഇങ്ങനെയുള്ള വ്യക്തികളെ ചേർക്കേണ്ടതുണ്ട്. ചില മൾട്ടി ലെവൽ കമ്പനികൾ അവർ 2 ആളെ ചേർക്കുന്നത്, ചിലത് 4 ആണ് ചേർക്കേണ്ടത്, ചിലത് 5 ആണ് ചേർക്കേണ്ടത്. അപ്പോൾ ഏറ്റവും കുറഞ്ഞത് നമ്മൾ 2 എടുക്കുക, 2 ആളെ ചേർത്തിരിക്കണം. അപ്പം ഞാൻ ഒരു ബിസിനസ് സ്റ്റാർട്ടർ കിറ്റ് കമ്പനിയിൽ നിന്ന് എടുത്തു എന്ന് വിചാരിക്കുക. എടുത്ത് ഇനി 2 ആളെ മിനിമം 2 ആളെ ഞാൻ ചേർത്തിരിക്കും, 2 ആളെ ഐഡിമാരായി ചേർക്കണം. അവർ അതുപോലെ 2 ആളെ ചേർക്കണം, അവർ അതുപോലെ 2 ആളെ ചേർക്കണം. ഇനി കോണ്ടത്തിൻ്റെ നേരത്തെ നിലവിലുണ്ടായിരുന്ന നിയമപ്രകാരം എല്ലാ ആനുകൂല്യങ്ങളും കിട്ടണമെങ്കിൽ 5 ആളെ ചേർക്കണം, അവർ 5 പേരെ ചേർക്കണം, അവർ 5 പേരെ ചേർക്കണം. അങ്ങനെ ശൃംഖല നീണ്ടുപോകുകയാണ്. ഇതിനൊക്കെ ആളുണ്ടാവുമോ ഇല്ലെന്നുള്ള വേറെ പ്രശ്നം, അല്ലേ? ഒരു പ്രധാനപ്പെട്ട ഒരു പത്രത്തിൽ എഴുതിയതായി കണ്ടതിൻ്റെ എഡിറ്റോറിയൽ തന്നെ ഇത് സംബന്ധമായ തട്ടിപ്പിനെ കുറിച്ച് എഴുതിയപ്പോൾ കണ്ടു. ഒരാൾ 2 ആളെ ചേർക്കുക എന്ന് പറഞ്ഞാൽ അയാൾ 2 ആളെ ചേർത്ത് ഇങ്ങനെ ശൃംഖല തുറന്നു പോവുകയാണെങ്കിൽ അവിടെ 30ാമത്തെ നിലയിൽ എത്തുമ്പോൾ തന്നെ ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾ തീർന്നു പോകും, അല്ലേ? 30ഓ 31ഓ ലെവലിലേക്ക് പടിയിലേക്ക് എത്തുമ്പോൾ തന്നെ ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾ തീർന്നു പോകും. പിന്നെ ഇത് മുസീബത്ത് വന്ന സ്ഥലമുണ്ടല്ലോ, അമേരിക്കയിലേക്ക് വേണ്ടി ഒരു പിന്നെ ആളെ തിരഞ്ഞ്, പിന്നെ ഇവിടെ ആളുണ്ടാവില്ല. അങ്ങനെ ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് ആളുകൾ അവസാനം വഞ്ചിക്കപ്പെടും. മേലെ തട്ടിൽ ഒരു 10% ആളുകൾക്ക് ലാഭം കിട്ടുന്നതിന് വേണ്ടി എത്രയോ ആളുകൾ വഞ്ചിക്കപ്പെടുന്ന ദുസ്ഥിതി വരുമെന്ന് ഒരു പ്രമുഖ പത്രത്തിൻ്റെ എഡിറ്റോറിയൽ എഴുതിയതായിട്ട് കാണാൻ സാധിച്ചു. സാധനം എൻ്റെ കയ്യിലുണ്ട്, ഇരിക്കട്ടെ. അപ്പം ഇങ്ങനെ ഐഡിമാരെ നമ്മുടെ കീഴിൽ ശൃംഖല സൃഷ്ടിക്കുന്ന രൂപം അങ്ങനെയാണ്. ഇതിന് വ്യവസ്ഥകൾ പല കമ്പനികൾക്കും പല രീതിയിലാണുള്ളത്. ഉൽപ്പന്നങ്ങൾ ക്വാണ്ടം കമ്പനിയുടേതാണെങ്കിൽ ഉൽപ്പന്നങ്ങൾ ഡിപ്പോകളിൽ എത്തുന്നു. ഇന്ത്യയിൽ ക്വാണ്ടത്തിന് 200-ലധികം ഡിപ്പോകളുണ്ട്. ഐഡിമാർക്ക് മാത്രം ഡിപ്പോകളിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ 30% വരെയുള്ള ഡിസ്കൗണ്ടോട് കൂടിയാണ് വാങ്ങാൻ സാധിക്കുന്നത് എന്നൊക്കെ അവർ അവകാശപ്പെടുകയാണ്. എന്നാൽ ഐഡിമാരെ ചേർത്ത് കഴിഞ്ഞാൽ ഈ അംഗങ്ങൾ, ഈ വിതരണക്കാർ, സ്വതന്ത്ര വിതരണക്കാർ എന്ന് പറയുന്ന അംഗങ്ങൾ, അവർ എല്ലാ മാസവും നിശ്ചിതമായ ഒരു സംഖ്യയുടെ പ്രൊഡക്റ്റുകൾ കമ്പനിയുടേത് വാങ്ങിയിരിക്കണം എന്ന് നിബന്ധനയുണ്ട്. മെമ്പറാകുന്ന ഞാനാണ് മെമ്പറായതെങ്കിൽ ഫസ്റ്റ് ID ഞാനാണ് സ്പോൺസർ ചെയ്യുന്നത് മറ്റുള്ളവരെങ്കിൽ ഞാൻ സ്പോൺസർ ചെയ്ത ആളുകളും അവർ സ്പോൺസർ ചെയ്ത ആളുകളും അവർ സ്പോൺസർ ചെയ്ത ആളുകളും എല്ലാവരും പ്രതിമാസം നിശ്ചിതമായ ഒരു സംഖ്യക്കുള്ള പ്രൊഡക്റ്റുകൾ കമ്പനിയുടേത് വാങ്ങിയിരിക്കണം. എങ്കിൽ മാത്രമേ ആനുകൂല്യങ്ങൾ കിട്ടുകയുള്ളൂ. മനുഷ്യനെ വരിഞ്ഞു കെട്ടി വ്യാമോഹത്തിൻ്റെ മുൾമുനയിൽ നിർത്തി കമ്പനിയുടെ ഏത് പ്രൊഡക്റ്റും വിറ്റഴിക്കുവാനുള്ള ഒരു നിർബന്ധിത സാഹചര്യം സൃഷ്ടിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. നിർബന്ധമില്ല എന്ന് ആവർത്തിച്ച് പറയും. പക്ഷേ പെട്ടുപോയവൻ നിർബന്ധിതനായി. അവന് ഇനി അടങ്ങിയിരിക്കാൻ പറ്റുകയില്ല. ലാഭം കിട്ടണമെങ്കിൽ കണ്ണികൾ സൃഷ്ടിക്കണം. ആ കണ്ണികൾ
അവിടെ പർച്ചേസ് നടത്തണം, നടത്തുന്നില്ലെങ്കിൽ അവരെ കൊണ്ട് നടത്തിക്കണം. അവർ എനിക്ക് കീഴിൽ ആളുകളെ ചേർക്കണം, ചേർക്കുന്നില്ലെങ്കിൽ ചേർക്കാനുള്ള പ്രചോദനം കൊടുത്തുകൊണ്ടിരിക്കണം. നിരന്തരമായുള്ള ഈ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാണ് ഇതിൽ കണ്ണിയാകുന്നത്, അല്ലേ? അപ്പൊ ഇവിടെ നിശ്ചിതമായ ഒരു സംഖ്യക്കുള്ള ടേൺ ഓവർ പ്രതിമാസം നടത്തിയിരിക്കണം. ഇല്ലെങ്കിൽ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നതാണ്. പിന്നെ അങ്ങനെ ആളുകളെ ചേർത്തിക്കഴിഞ്ഞാൽ പല ആനുകൂല്യങ്ങളുമുണ്ട്. കമ്മീഷന്റെ ഒരു ഉദാഹരണം പറയാം, കോണ്ടത്തിന്റെ തന്നെ പറയാം. ആദ്യമായി നമ്മൾ 5 പേരെ ചേർത്ത് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു കമ്പനിയുടെ പറഞ്ഞാൽ ഏകദേശം അവിടുന്ന് മറ്റുള്ളതും മനസ്സിലാക്കാം. അതുകൊണ്ട് ഞാൻ നിങ്ങൾ പറയുന്നത് RMPയുടേതോ അതല്ലെങ്കിൽ അതുപോലെയുള്ളതോ 2 ആളെ ചേർക്കുന്നതുണ്ട്. പിന്നെ അതുപോലെ കമ്മീഷൻസ് വ്യവസ്ഥയിലും വ്യത്യാസങ്ങളുണ്ട്. ഇവിടെ കോണ്ടത്തിന്റെ എൻ്റെ കയ്യിലുള്ള ലഘുലേഖ, പ്രിന്റഡ് ലഘുലേഖ പ്രകാരം ആണ് ഞാൻ പറയുന്നത്. അതിൽ ഞാൻ ഒരു 5 പേരെ ചേർത്താൽ അവർ എൻ്റെ പേഴ്സണൽ ഗ്രൂപ്പാണ്. അവർ നടത്തുന്ന പർച്ചേസിൻ്റെ 5% എനിക്ക് കിട്ടുന്നു. ഇനി അവർ ചേർക്കുന്ന ആളുകൾ അത് ഫസ്റ്റ് ജനറേഷനാണ്, അതിൻ്റെ 40% എനിക്ക് കിട്ടുന്നു. അവിടെ നിന്ന് അങ്ങോട്ടുള്ളത് 3%, തേർഡ് ജനറേഷനിൽ 2%, അതുപോലെ ഫോർത്ത് ജനറേഷനിൽ 2%, ഫിഫ്ത്ത് ജനറേഷനിൽ 1%, സിക്സ്ത്തിൽ ആണെങ്കിൽ 1%, സെവൻത്തിലാണെങ്കിൽ 0.5%, 8ലാണെങ്കിൽ 0.5%, ഇനി 9ാമത്തേത് 9ത്തിലാണെങ്കിൽ 0.5%. അങ്ങനെ താഴോട്ട് പോകുമ്പോൾ ചെറിയ പെർസെൻറ്റേജ് മതി, എന്നാൽ തന്നെ വൈഡാണ്, അപ്പം തന്നെ വലിയ സംഖ്യ കിട്ടിക്കൊണ്ടിരിക്കും എന്നാണ് അവിടെ ഓഫറുകളുള്ളത്. ഓരോ മാസവും മിനിമം 40 BV ടേൺ ഓവർ പൂർത്തിയാക്കണമെന്ന് കോണ്ടം കമ്പനിക്ക് വ്യവസ്ഥയുണ്ട്. അപ്പോൾ ഒരു 400-500 രൂപ വരുന്ന, ഏകദേശം 400ൻ്റെയും 500ൻ്റെയും ഇടയിൽ വരും 40 BV എന്ന് പറയുമ്പോൾ. ആ ടേൺ ഓവർ പ്രതിമാസം ഞാൻ നടത്തണം. എൻ്റെ കീഴിൽ ഞാൻ ചേർത്തിട്ടുള്ള എൻ്റെ ജനറേഷൻ ഫസ്റ്റ്, എൻ്റെ പേഴ്സണൽ ഗ്രൂപ്പ് നടത്തണം. ഫസ്റ്റ് ജനറേഷനും വേണം, സെക്കൻഡ് ജനറേഷനും വേണം. ഇവരൊക്കെ ഇത് നടത്തിക്കൊണ്ടേയിരിക്കണം. അപ്പോഴാണ് എനിക്ക് ആനുകൂല്യം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിന് പുറമെ വേറെ ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട്. എന്തൊക്കെ ആനുകൂല്യങ്ങൾ? ഇവിടെ തൻ്റെ കീഴിലുള്ള ആളുകളുടെ എണ്ണം വർദ്ധിക്കുന്നതിനനുസരിച്ച് ഒരു എക്സിക്യൂട്ടീവിൻ്റെ റാങ്കുകൾ എങ്ങനെ ഉയർന്നു വരുന്നു. സിൽവർ, പേൾ, എംറാൾഡ്, ഗോൾഡ്, പ്ലാറ്റിനം, ഡയമണ്ട്, ഇങ്ങനെ റാങ്കുകൾ ഉയർന്നു. റാങ്കുകൾ ഉയരുന്നതിനനുസരിച്ച് വരുമാനവും ഉയർന്നു, അല്ലേ? ക്വാണ്ടം ബിസിനസ് റഫറൻസ് മാനുവലിൽ ഇങ്ങനെ കാണാം. ഒരു ക്വാണ്ടം ഡിസ്ട്രിബ്യൂട്ടർ എന്ന നിലയിൽ പ്രധാനമായും 2 മാർഗത്തിലൂടെ നിങ്ങൾക്ക് വരുമാനമുണ്ടാക്കാം. ഒന്ന്, ചില്ലറ വിൽപ്പന. ഹോൾസെയിൽ വിലക്കു കമ്പനി നിങ്ങൾക്ക് നൽകുന്ന ഉൽപ്പന്നങ്ങൾ റീറ്റെയിൽ വിലക്ക് വിറ്റ് ലാഭം നിങ്ങൾക്കെടുക്കാം. അത് സാധാരണ നടക്കുന്ന ആദ്യ ഒരു കാര്യം. കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന ഹോൾസെയിലേക്ക് വാങ്ങി റീറ്റെയിൽ വിലക്ക് വിൽക്കുന്നു. അതിൽ നമുക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. ഉൽപ്പന്നം ഹലാലായ ഉൽപ്പന്നമാണോ, ഹലാലായ രീതിയിലാണ് വിൽപ്പന നടക്കുന്നത്, അതിനെക്കുറിച്ച് നമുക്ക് സംസാരമില്ല. പിന്നെ സ്പോൺസറിങ് ആൻഡ് ട്രെയിനിങ് ആണ്. നേരത്തെ പറഞ്ഞതുപോലെ ആളുകൾ സ്പോൺസർ ചെയ്യുക, അവരെ പരിശീലിപ്പിക്കുക, പ്രചോദിപ്പിക്കുക, അവരെ കൊണ്ട് സാധനങ്ങൾ വാങ്ങിപ്പിക്കുകയും എന്നിട്ട് മറ്റുള്ളവരെ കൊണ്ട് പിന്നെ വാങ്ങിപ്പിക്കാനുള്ള പ്രവർത്തനം നടത്തിപ്പിക്കുകയും ചെയ്യുക എന്നതാണ്. ഇതിനെക്കുറിച്ചാണ് നമുക്കിപ്പോൾ ഇവിടെ സംസാരിക്കാനുള്ളത്. പല കമ്പനികളും പല രീതിയിലുമുണ്ട്. പലരും പറയും എന്താണെന്ന് പറഞ്ഞാൽ, ബിസിനസ്, ഈ നെറ്റ്വർക്ക് ബിസിനസ് കമ്പനിയുടെ സാധനങ്ങൾ വാങ്ങിക്കൂടെ, പ്രൊഡക്റ്റ് വാങ്ങുന്നതിന് എന്താണ് തെറ്റ്? പ്രൊഡക്റ്റ് വാങ്ങുന്നതിന് തെറ്റില്ല, പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കാം. പലരും വസ്ത്രം മാത്രം കൊടുക്കുന്നതുണ്ട്. പല കോണ്ടത്തെ പോലെ ഒരുവിധം ഉൽപ്പന്നങ്ങൾ മുഴുവനും വിറ്റഴിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ വെറും ഔഷധങ്ങൾ, മരുന്നുകൾ മാത്രം കൊടുക്കുന്ന ചില നെറ്റ്വർക്ക് ബിസിനസ് കമ്പനികളുണ്ട്. ഏതായിരുന്നാലും പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുന്നതിന് വിരോധമില്ല, ഹലാലായ പ്രൊഡക്റ്റെങ്കിൽ.
അത് വാങ്ങി ലാഭത്തിന് വിൽക്കുന്നു, ഒരു വിലക്ക് വാങ്ങി ഒരു വിലക്ക് വിറ്റ് ഡിഫറൻസ് ലാഭമായി എടുക്കുന്നു. അത് സാധാരണ കച്ചവട രീതിയാണ്, അതിന് വിരോധമില്ല. എന്നാൽ പിന്നെ ബിസിനസ്സിൽ കണ്ണിയായി മറ്റുള്ളവരെ കണ്ണി ചേർത്ത് അതിൻ്റെ കമ്മീഷൻസും അത് മൂലം ഉണ്ടാകുന്ന ബെനിഫിറ്റുകളും പറ്റുന്നതിനെ കുറിച്ച് എന്തു പറയുന്നു? ഇതാണ് നമ്മുടെ വിഷയം. അതിനെക്കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. ഇത് പറയുമ്പോൾ, ഇനി ഇത് സംബന്ധമായ കാര്യം പറയുമ്പോൾ നേരത്തെ പൊന്മള ഉസ്താദ് സൂചിപ്പിച്ച ഒരു ഹദീസ് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതെന്താണ്? ഇമാം മുസ്ലിം അവിടുത്തെ സഹീഹ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ 1513 നമ്പറിൽ ഒരു ഹദീസ് കൊടുത്തതായി കാണാം. അൻ അബി ഹുറൈറത റളിയല്ലാഹു തആല അൻഹു ഖാല നഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ബൈഇൽ ഹസാദ് വ അൻ ബൈഇൽ ഖുറർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നടന്നു വന്നിരുന്ന ഒരു കച്ചവട രീതി, അതെന്താ? കല്ലെറിഞ്ഞുകൊണ്ടുള്ള കച്ചവടം, അത് നിരോധിച്ചു. വ അൻ ബൈഇൽ ഖുറർ, ഖുറർ വരുന്ന മറ്റെല്ലാ കച്ചവടങ്ങളും നിബിധങ്ങൾ നിരോധിക്കുകയുണ്ടായി. ഇതൊരു എക്സാമ്പിൾ മാത്രം. ബൈഉൽ ഹസാദ്, കല്ലെറിയുക. ഇതാ ഞാൻ കല്ലെറിയുന്നു, ഈ കല്ല് ഏതു സാധനത്തിൽ വീണു അത് നിനക്ക് വിറ്റതായി ഞാൻ കണക്കാക്കി. ഓ ശരി, ഞാൻ കൊണ്ടുവന്നു പറഞ്ഞു. അത് ഏതിന്മേൽ കൊള്ളുമെന്ന് തീർത്ത് പറയാൻ പറ്റുകയില്ല, അവിടെ നിഗൂഢതയുണ്ട്. ഖുറർ എന്ന് പറയുന്ന നിഗൂഢതയും അവ്യക്തതയും വഞ്ചനാത്മകതയും ഉള്ളത് കൊണ്ട് ആ കച്ചവടം നിബിധങ്ങൾ നിരോധിച്ചിട്ടുണ്ട്. വൻ ബൈൽ ഖുറർ, നിഗൂഢത വരുന്ന അവ്യക്തത വരുന്ന എല്ലാവിധ കച്ചവടങ്ങൾ നിരോധിച്ചിട്ടുണ്ട്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അങ്ങയുടെ മുവത്ത എന്ന് പറയുന്ന കിതാബുൽ ബുയൂഅ് എന്ന് പറയുന്ന അധ്യായത്തിൽ, കച്ചവടങ്ങളെക്കുറിച്ച് പറയുന്ന അധ്യായത്തിൽ, ബൈഉൽ ഖുറർ എന്ന് പറയുന്ന ഉപാധ്യായത്തിൽ ബഹുമാനപ്പെട്ടവർ ഒരു ഹദീസ് കൊടുത്തിട്ടുണ്ട്. സഈദ് ഇബ്നുൽ മുസയ്യബി അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഹ അൻ ബൈഉൽ ഖുറർ, നബിതങ്ങൾ ബൈഉൽ ഖുറർ നിരോധിച്ചിട്ടുണ്ട്. ഖുറർ വരുന്ന എല്ലാ ബൈയും നിരോധിച്ചിട്ടുണ്ട്. ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഇതിൻ്റെ വ്യാഖ്യാനത്തിൽ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി അങ്ങവരുടെ ശർഹ് മുസ്ലിം എന്ന് പറയുന്ന കിതാബിൽ പറയുന്നു, വഅമ്മൻ നഹിയു അൻ ബൈഇൽ ഖുറരി ഫഹുവ അസ്ലുൻ അലീം മിൻ ഉസൂലി കിതാബിൽ ബുയൂഅ്. ഖുറർ വരുന്ന കച്ചവടം നിരോധിക്കുക എന്ന് പറയുന്ന ഈ നിരോധം, ഫഹുവ അസ്ലുൻ അലീം, അതൊരു വലിയ അടിസ്ഥാനമാണ്. മിൻ ഉസൂലി കിതാബിൽ ബുയൂഅ്, കച്ചവടങ്ങളുടെ അധ്യായത്തിൽ, ഇടപാടുകളുടെ അധ്യായത്തിലെ മൗലിക തത്വങ്ങളിൽപ്പെട്ട ഒരു വലിയ മൗലിക തത്വമാണ്. വയദ്ഖുലു ഫീഹി മസായിലു കസീറ ഗൈറു മുൻഹസിറ, അസംഖ്യം പ്രശ്നങ്ങൾ അതിൽ കടന്നു വരുന്നു. നിരവധി പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് ഈ നിരോധനം എന്ന് മഹാനവറുകൾ പറയുകയാണ്. അപ്പോൾ പിന്നെ ഖുറർ ഉണ്ടോ ഇല്ലേ? അധിക ഇടപാടുകളും ബഹുമാനപ്പെട്ടവർ തന്നെ രേഖപ്പെടുത്തിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അധിക ഇടപാടുകളും നിഷിദ്ധമാകുന്നതിനുള്ള കാരണമായി വർത്തിക്കുന്നത് ഖുറർ എന്ന് പറയുന്ന സംഗതിയാണ്. അപ്പോൾ എന്താണ് ഖുറർ? ഖുറർ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, നമ്മുടെ മനസ്സിൽ കുറിച്ചിട്ടാൽ ആ മാനദണ്ഡം മതി. ഒരു ഇടപാട് കണ്ടാൽ കേട്ടാൽ അത് ശരിയോ തെറ്റോ എന്ന് മുസ്ലിമിൻ്റെ മനസ്സാക്ഷി കൊണ്ട് അത് നിർവചിക്കാൻ അത് മതി, അല്ലെങ്കിൽ വിശദീകരിക്കാൻ അത് മതി. എന്താണ് ഖുറർ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചതും നിരോധിത ഇടപാടുകളിൽ മിക്കതിൻ്റെയും നിരോധന നിമിത്തമായി വർത്തിക്കുന്നതുമായ ഖുറർ, അത് എന്താണ്? ഖുറർ എന്ന് പറഞ്ഞാൽ ഭാഷയിൽ അൽ ഖതറു വൽ ഖിദാഉ വത്തഗ്രീർ അല്ലേ? റിസ്ക്, അപകട സാധ്യത, അപായ സാധ്യത, ആപച്ചങ്ക എന്നൊക്കെ പറയുന്ന ഖതർ ഒന്ന്, ഖിദാഇ ചതി, വഞ്ചന, തഗ്രീർ ചതിക്ക് വിധേയമാക്കുക അല്ലെങ്കിൽ വിധേയമാക്കുക, അതും പെട്ട്. അപ്പോൾ ഭാഷാർത്ഥമാണ് ഈ പറഞ്ഞത്. എന്നാൽ ഇസ്ലാമിക കർമ്മശാസ്ത്രജ്ഞന്മാരുടെ, മുസ്ലിം പണ്ഡിതന്മാരുടെ, ഹദീസ് വ്യാഖ്യാതാക്കളുടെ സങ്കേതത്തിൽ ഇതിൻ്റെ സാങ്കേതിക അർത്ഥം എന്താണ്? ഇമാം നബവി തങ്ങൾ പറയുന്നു, മൻ തബാ അലൈഹി അംറുഹു വഖഫി അലൈഹി അഖിബത്തു. എന്താണ് ഖുറർ എന്ന് പറഞ്ഞാൽ? മൻ തബാ അലൈഹി അംറു, കാര്യം അവ്യക്തമായത്, അതിൻ്റെ പരിണതി, അതിൻ്റെ അവസാനം നിഗൂഢമായി കിടക്കുകയാണ്, തീർത്തു പറയാൻ പറ്റുകയില്ല. ഒരു ഉദാഹരണം പറയാം. ആകാശത്തിലൂടെ ഒരു പക്ഷി പറന്നു പോകുന്നു. ആ പറന്നു പോകുന്ന പ്രാവിനെ നിനക്ക് ഞാൻ വിറ്റു എന്ന് പറഞ്ഞു. അപ്പോൾ ആ പ്രാവിനെ ഇവൻ്റെ കയ്യിൽ കിട്ടുമോ? അത് വാങ്ങിയ ക്രേതാവിന്
അവന് ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? പറയാൻ പറ്റുകയില്ല. ഒരു വേള ആ പ്രാവ് അവൻ്റേതെങ്കിൽ പോലും തിരിച്ചു വന്നുകൊള്ളണമെന്നില്ല. ഒരു തടാകത്തിലെയോ ഒരു നദിയിലെയോ ഒരു മത്സ്യം, ആ മത്സ്യം ചൂണ്ടി ഈ മത്സ്യത്തെ നിനക്കാൻ വിറ്റു എന്ന് പറഞ്ഞു. ആ മത്സ്യം അവന് പിടിക്കാൻ കഴിയുമോ? പിടിച്ച് മറ്റവനെ ഏൽപ്പിക്കാൻ കഴിയുമോ? തീർത്ത് പറയാൻ പറ്റുകയില്ല. അപ്പം നിഗൂഢതയുണ്ട് അല്ലേ? അപ്പം മന്തഫ അലൈഹി അമ്രു വഖഫി അലൈഹി ആക്കിബത്തുഹു, പലരും പല നിർവചനങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ കൂടുതൽ അതിൻ്റെ വിശദീകരണം നീട്ടുന്നില്ല. അപ്പോൾ ഉറവ് വരുന്ന എല്ലാ ഇടപാടുകളെയും നിരോധിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ബഹുമാനപ്പെട്ട ഇമാം അങ്ങനെയാണ് പറഞ്ഞത്. ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞു മഹത്തമല അംറൈനി അഗ്ലബുഹുമ അഖ്വഫുഹുമ എന്ന് തുഹ്ഫ 4:250 കാണാൻ സാധിക്കും. രണ്ട് കാര്യങ്ങൾക്ക് സാധ്യതയുണ്ട്. അതിൽ കൂടുതലായും നാം ആശങ്കിക്കുന്ന പേടിക്കുന്ന കാര്യമാണ് ഉണ്ടാവുക. ലാഭത്തിനും നഷ്ടത്തിനും സാധ്യതയുണ്ട്, ഉണ്ടാകാനും ഇല്ലാതിരിക്കാനും സാധ്യതയുണ്ട്. മിക്കവാറും അത് ഇല്ലാതിരിക്കാനാണ് സാധ്യതയുള്ളത്, ഈ സ്വഭാവത്തിലുള്ള നിഗൂഢതയുള്ളത് എന്നാണ് ഇമാം ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞത്. അവിടെ നമുക്ക് കാണാം ഹനഫി മദ്ഹബുകാരനായ ഇമാം സർഖസി തങ്ങൾ പറഞ്ഞു മായക്കൂനു മസ്തൂറൽ ആക്കിബ, അവസാനം മറയ്ക്കപ്പെട്ടത്, അവസാനം എന്ത് എന്ന് തിരിയാത്തത് അല്ലേ. മാലിക്കി മദ്ഹബുകാരനായ ഖറാഫി തങ്ങൾ പറഞ്ഞു ഹുവല്ലദീ ലാ യുദ്റ ഹൽ യഹ്സുലു അംല, ഉണ്ടാകുമോ ഇല്ല എന്ന് തീർത്തു പറയാൻ കഴിയാത്തത്. അദ്ദേഹം നേരത്തെ പറഞ്ഞു ഉദാഹരണങ്ങൾ പറഞ്ഞു. കത്തഗിരി ഫിദ്ദവാ, അന്തരീക്ഷത്തിലെ പറവയെ വിൽക്കും പോലെ, ഒസമക്ക് ഫിൽമായി, വെള്ളത്തിലെ മത്സ്യത്തെ വിൽക്കും പോലെ. അങ്ങോരുടെ അൽ ഫുറൂഖ് എന്ന് പറയുന്ന ഗ്രന്ഥം 3-ാം വള്ളിയം 265-ാമത്തെ പേജിൽ എങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ ഒക്കെ ആകത്തുക ഒന്ന് തന്നെ. ഈ പറഞ്ഞ പണ്ഡിതന്മാരൊക്കെ ഖുർആനിന് പറഞ്ഞതിൻ്റെ ആകത്തുക ഒന്ന് തന്നെ. അതായത് ഉണ്ടാകുമോ ഇല്ലേ എന്നറിയപ്പെടാത്തത്, ഇനി ഉണ്ടായാൽ തന്നെ അത് കുറഞ്ഞതാണോ വർദ്ധിച്ചതാണോ എന്നറിയപ്പെടാത്തത്, അല്ലെങ്കിൽ അത് കയ്യേൽപ്പിച്ചു കൊടുക്കാൻ സാധിക്കാത്തത്. അപ്പോൾ ഒന്നുകിൽ ഉണ്ടാകുമോ ഇല്ലേ എന്ന് പറയാൻ പറ്റുകയില്ല, അല്ലെങ്കിൽ അത് കുറവാണോ കൂടുതലാണോ എന്ന് പറയാൻ പറ്റുകയില്ല, അല്ലെങ്കിൽ അത് കയ്യിൽ കിട്ടിയത് ഏൽപ്പിച്ചു കൊടുക്കാൻ, അത് വാങ്ങിയ ക്രേതാവിന് ഏൽപ്പിച്ചു കൊടുക്കാൻ സാധിക്കുമോ ഇല്ലെന്ന് തീർത്ത് പറയാൻ പറ്റുകയില്ല. ഇவ்வித സ്വഭാവത്തിലുള്ളതൊക്കെ ഉറർ ഉള്ളതാകുന്നു. അതിന് ഉദാഹരണങ്ങൾ നമ്മുടെ ഫിഖഹിന്റെ കിതാബിൽ പറഞ്ഞ കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. നമ്മുടെ നെറ്റ്വർക്ക് ബിസിനസ്സിൽ ഇവിടെ ഉറർ വരുന്നുണ്ടോ ഇല്ലേ? നമ്മുടെ നെറ്റ്വർക്ക് ബിസിനസ്സിൽ ഉറർ വരുന്നുണ്ടോ ഇല്ലേ നമുക്ക് നോക്കാം. ചില ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അല്ലബനു ഫിൽ ളിർ, നമ്മുടെ ഇസ്ലാമിക കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഉദാഹരണങ്ങൾ, ഹദീസുകളിൽ നിന്ന് സ്വരൂപണം നടത്തി പറഞ്ഞിട്ടുള്ള ഉദാഹരണങ്ങൾ. ഒന്ന്, അകിട്ടിലെ പാല്, ഒരു മൃഗത്തിൻ്റെ അകിട്ടിലെ പാല് വിൽക്കുന്നു. നമുക്ക് വളരെ നിസ്സാരമായി സിമ്പിളായി തോന്നിയേക്കാം. ഇത്രയും സില്ലി കാര്യങ്ങളെക്കുറിച്ച് വലിയ വിധികളൊക്കെ പറഞ്ഞ് മനുഷ്യനെ ബുദ്ധിമുട്ടിക്കണോ എന്ന് നമുക്ക് തോന്നിയേക്കാം. ശറഇൽ നിസ്സാരം എന്ന് പറയുന്നൊരു കാര്യമില്ല, എല്ലാം സാരം തന്നെ. നഖം മുറിക്കുന്നത് സുന്നത്തില്ലെന്ന് ഒരാൾ പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നു. എന്തുകൊണ്ട്? തവാത്തുർ കൊണ്ട് അറിയപ്പെട്ടു നഖം മുറിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്താണെന്ന്. ഒരാൾ നഖം മുറിച്ചില്ല, മരണം വരെ നഖം മുറിച്ചില്ല. അങ്ങനെയുണ്ട്. ഗിന്നസ് ബുക്കിൽ പേര് നേടിയ ഒരാളുണ്ട്, മരണം വരെ നഖം മുറിക്കാത്ത ആൾ. അയാളുടെ നഖത്തിന് ലക്ഷങ്ങൾ വരെ പറഞ്ഞിട്ട് കൊടുത്തിട്ടില്ല. അങ്ങനെ ഒരാൾ മരണം വരെ നഖം മുറിച്ചില്ല, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയില്ല. നേരെ മറിച്ച് നഖം മുറിക്കൽ ഇസ്ലാമിൽ സുന്നത്തില്ല എന്ന് പറഞ്ഞാലോ ഇസ്ലാം ഒന്ന് പുറത്തുപോയി. തവാത്തുർ കൊണ്ട് ഇസ്ലാമിൽ അറിയപ്പെട്ടൊരു കാര്യം നിഷേധിച്ചു എന്നതുകൊണ്ടാണ്. അപ്പം അതുകൊണ്ട് എല്ലാം സാരമുള്ളത് തന്നെ. അകിട്ടിലെ പാല് വിൽക്കാൻ പാടില്ല. അകിട് ചിലപ്പോൾ സ്വാഭാവികമായി, ചിലപ്പോൾ അസ്വാഭാവികമായി, ചിലപ്പോൾ വീർത്തേക്കാം. അകിട് വീർക്കുന്നത് മുഴുവനും പാൽ ഉള്ളത് കൊണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ഈ അകിട്ടിലെ പാല് വിറ്റു എന്ന് പറഞ്ഞുകൂടാ. പാല് പാത്രത്തിൽ കറന്നെടുത്തേ വിൽക്കാവൂ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ഇല്ലെങ്കിൽ വാഗ്വാദത്തിന്, തർക്കത്തിന്, വഴക്കിന് ഇടവരും, ഉററ് വരും. അല്ലുലു ഫിസിഫ് സ്വിസദഫ്, ചിപ്പിയിലെ മുത്ത് വിൽക്കാൻ പാടില്ല. എല്ലാ ചിപ്പിയിലും മുത്തുണ്ടായിക്കൊള്ളണമെന്നില്ല. ചിപ്പിയിൽ മുത്തുണ്ടായാൽ തന്നെ വലുതോ ചെറുതോ ഗുണമേന്മയുള്ളതോ ഗുണമേന്മ കുറഞ്ഞതോ എന്ന് അറിയില്ല. അത് ചിപ്പിയിൽ നിന്ന് പുറത്തെടുത്ത മുത്തേ വിൽക്കാൻ പാടുള്ളൂ. നിഗൂഢതയുണ്ട്. അൽ ഹംലു ഫിൽ ബത്തിൻ, ഗർഭം, വയറ്റിലുള്ള കുട്ടിയെ വിൽക്കാൻ പാടില്ല. ആടിനെ, മാടിനെ, അല്ലെങ്കിൽ വേറെ വല്ലൊരു മൃഗത്തെ വിൽക്കുന്നു, അതിൻ്റെ അകിട്ടിലെ കുട്ടിയെ മാത്രം വിൽക്കാൻ പാടില്ല. അകിട്ടിലെ കുട്ടി ആണോ പെണ്ണോ ചെറുതോ വലുതോ, അത് അംഗവൈകല്യം ഉള്ളതോ ഇല്ലാത്തതോ ഒന്നും പറയാൻ പറ്റുകയില്ല. അതുകൊണ്ട് വിൽക്കാൻ പാടില്ല. നേരത്തെ പറഞ്ഞതുപോലെ സമക്കു ഫിൽ മാ, വെള്ളത്തിലെ മത്സ്യം വിൽക്കാൻ പറ്റില്ല. അത്വൈറു ഫിൽ ഹവാ, അന്തരീക്ഷത്തിലെ പറവ വിൽക്കാൻ പാടില്ല. കൊച്ചു കൊട്ടത്തളത്തിലെ
കൊച്ചു കിണറിലെ എല്ലാം ചെറിയ കുളത്തിലെ മത്സ്യം വിൽക്കാം. വലിയ തടാകത്തിലെ, നദിയിലെ, പുഴയിലെ ഇതൊന്നും മത്സ്യങ്ങൾ വിൽക്കാൻ പാടില്ല. കാരണം പെട്ടെന്ന് പിടിച്ച് അത് വാങ്ങിയവന് ഏൽപ്പിച്ചു കൊടുക്കാൻ സാധിക്കുമോ ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ബൈഉമാ സയംലിക്കുഹു, ഇപ്പോൾ തൻ്റെ ഉടമാവകാശത്തിൽ വന്നിട്ടില്ലാത്തൊന്ന് വിൽക്കാൻ പാടില്ല. ഒരാൾ ഒരു പറമ്പിന്, ഒരു സ്ഥലത്തിന്, ഇടത്തിന് അഡ്വാൻസ് കൊടുത്തു, കച്ചവടം നടന്ന് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്, രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടില്ല, ഇയാളുടെ പൂർണ്ണമായ ഉടമാവകാശത്തിലേക്ക് കടന്നിട്ടില്ല. അത് വിൽക്കാൻ പറ്റുമോ? വിൽക്കാൻ പറ്റൂല. ലാ തബിയു മാലം തഖ്ബിൽ, നീ കബില് ലാ തബിയു ഷൈഅൻ ഹത്താ തഖ്ബില, ഒരു വസ്തു കയ്യേറ്റ് പൂർണ്ണമായി നിന്റെ അധികാരത്തിൽ വരുന്നത് വരെ വിൽക്കരുത്, ഒരു വസ്തു വിൽക്കരുത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വിറ്റാൽ കശപശയുണ്ടാകും. ഒന്നാം കക്ഷിയിൽ നിന്ന് വാങ്ങി രണ്ടാം കക്ഷി മൂന്നാം കക്ഷിക്ക് വിറ്റു. ഒന്നാം കക്ഷി പറഞ്ഞ് ഞാൻ രജിസ്ട്രേഷൻ ചെയ്തു തരില്ല എന്ന് പറഞ്ഞ കുടുങ്ങിലെ കച്ചവടം അവതാളത്തിലായി. ഇങ്ങനെയുള്ള ഒരു ഏച്ചിക്കെട്ട് വരാൻ പാടില്ല ഒരു കച്ചവടത്തിലും. ഇസ്ലാമിലെ സകലമായ ഇടപാടുകളും വളരെ സുതാര്യമാണ്. അതാര്യമായ ഒരു ഇടപാടിനെയും ഇസ്ലാം അംഗീകരിച്ചത് നമുക്ക് കാണാൻ സാധിക്കുകയില്ല. നബിതങ്ങൾ നിരോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഫിഖ് പണ്ഡിതന്മാർ പറഞ്ഞു, ബൈഉമാ സയംലിക്കു, ഇപ്പോൾ ഉടമാവകാശത്തിൽ ഇല്ലാത്തതും ഇനി മിൽക്കിലേക്ക് വരാൻ പോകുന്നതുമായ സാധനം ഇപ്പം വിൽക്കാൻ പറ്റുകയില്ല. അതുപോലെ ബൈഉൽ മുലാമസ, സ്പർശക്കച്ചവടം. ഏതാണോ തൊടുന്നത് ഇരുട്ടത്ത് തൊടുക, ഇരുട്ടത്ത് തൊടുന്നത് ഏതാണോ അത് വിറ്റതായിട്ട് കണക്കാക്കുക. അല്ലെങ്കിൽ കണ്ണടച്ചുകൊണ്ട് വല്ലതും തൊടുക, കണ്ണ് തുറന്നിട്ട് കണ്ടാൽ അത് വിറ്റതായിട്ട് കണക്കാക്കുക. നേരത്തെ പറഞ്ഞതുപോലെ അതിൽ അപകടങ്ങൾ സംഭവിക്കും, ചതി സാധ്യതയുണ്ട്, പാടില്ല. അതുപോലെ തന്നെ ബൈഉൽ ഹസാത്ത്, നേരത്തെ പറഞ്ഞതുപോലെ കല്ലേറ് കച്ചവടം, ഈ കല്ല് എവിടെ വീഴുന്നു അത് വിറ്റതായിട്ട് കണക്കാക്കി. അല്ലെങ്കിൽ ഭൂമി കച്ചവടത്തിൽ ഈ കല്ല് ഞാൻ എറിയുന്നു, കല്ല് എവിടെ വന്ന് വീഴുന്നു ആ റേഞ്ചിലുള്ളത് നിനക്ക് വിറ്റതായിട്ട് ഞാൻ കണക്കാക്കി, പാടില്ല. ഒരു വേള എതിർച്ചയ കല്ല് തൊട്ടടുത്ത് തന്നെ വീണേക്കാം, ചിലപ്പോൾ വിചാരിച്ചതിലേറെ ദൂരത്തിൽ പോയേക്കാം. അപ്പോൾ അവിടെ പല വിധത്തിലുള്ള ഹൊററുകളും സംഭവിക്കും എന്നതുകൊണ്ട് പാടില്ല. ബൈഉൽ ഇർബത്തിൽ ഖാനിസ്, ഒരാൾ വലവീശി മത്സ്യം പിടിക്കുന്നു, ഞാൻ ഒന്നാമതായി വലവീശിയാൽ ആ വലയിൽ കുടുങ്ങുന്ന മത്സ്യം നിനക്ക് ഞാൻ വിറ്റു, പാടില്ല. ഒരു വേള ഒരു മത്സ്യവും കുടുങ്ങിയില്ലെന്ന് വന്നേക്കാം, അല്ലേ? ഈ നെറ്റിൽ ചിലപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ചില നെറ്റ്വർക്കിന്റെ പ്രബോധകരായ പ്രചാരകരായ ആളുകൾ മാസങ്ങളോട് നടന്നിട്ട് ഒരാളെയും കിട്ടാതെ അങ്ങനെ നെടുവീർപ്പിട്ടിരിക്കുന്നത് കാണാം, അല്ലേ? ചിലപ്പോൾ നെറ്റിൽ ഒരു ദിവസം കൊണ്ട് തന്നെ കുറെ വിഡ്ഢികൾ ഒന്നായിട്ട് വീണെന്നും വരാം. അതുപോലെ തന്നെ ഈ ബൈഉൽ ഇർബത്തിൽ ഖാനിസ് എന്ന് പറയുന്നത്, അവിടെ മത്സ്യം പിടിക്കുന്നവൻ വലവീശി ഒരു തവണ അങ്ങോട്ട് വലവീശിയാൽ ആദ്യമായിട്ട് വലവീശി കിട്ടുന്ന വലയിൽ കുടുങ്ങുന്ന മത്സ്യം നിനക്ക് ഞാൻ വിറ്റുമെന്ന് ഇപ്പം പറയാൻ പറ്റില്ല. ഒരു വേള മത്സ്യം കുടുങ്ങിയില്ലെന്ന് വന്നേക്കാം, കുടുങ്ങിയാൽ തന്നെ അത് കൂടുതലോ കുറവോ എന്നറിയാൻ പറ്റില്ല. ബൈഉൽ ഇർബത്തിൽ ഖായിസ്, മുങ്ങി മുത്തെടുക്കുന്നവനും പറയുന്നു, ഞാൻ ഒന്നാമത്തെ തവണ മുങ്ങി കിട്ടുന്ന ആ മുത്ത് മുഴുവനും നിനക്ക് ഞാൻ വിറ്റു. ഒരു പക്ഷേ അവന് കിട്ടുന്ന ചിപ്പിയിൽ ഒരൊറ്റ മുത്തും ഇല്ലെന്ന് വന്നേക്കാം, അല്ലെങ്കിൽ എടുത്ത ചിപ്പിയിൽ മുഴുവനും മുത്തുണ്ടായി എന്ന് വന്നേക്കാം. പലതും സംഭവിക്കാം. അവ്യക്തതയുണ്ട്, നിഗൂഢതയുണ്ട്, ഹൊററുണ്ട്, പാടില്ല. ബൈഉൽ മഅദൂം, ഇല്ലാത്തത് വിൽക്കാൻ പാടില്ല. ഇത്താച്ചി അറബികൾക്കൊരു പതിവുണ്ടായിരുന്നു, എൻ്റെ ഈ മൃഗം പ്രസവിച്ച ആ കുട്ടിക്ക് പിന്നൊരു കുട്ടി ഉണ്ടായി, അതിനെ എനിക്ക് ഇപ്പം വിറ്റു എന്ന് പറഞ്ഞ് അഡ്വാൻസ് വിൽക്കണ കച്ചവടം, തമാശ കച്ചവടമായാലും ഗരി കച്ചവടമായിരുന്നാലും ഇസ്ലാം നിരോധിച്ചിരിക്കുന്നു. ഇതിലൊക്കെ നിഗൂഢതയും അവ്യക്തതയുമുണ്ട്, ചതിസാധ്യതയുണ്ട് എന്നതുകൊണ്ട് നിരോധിച്ചിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം ഒരു രൂപം നമുക്ക് മനസ്സിലായി. എന്നാൽ പിന്നെ നിസ്സാരമായ എന്നാൽ അനിവാര്യമായ ഒഴിച്ചു നിർത്താൻ പറ്റാത്ത വ്യാപകാവശ്യമുള്ള ചില അല്ലറ ചില്ലറ ഹൊറർ ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. ആ ഇടപാടിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ അംഗീകാരം നൽകിയിട്ടുണ്ട്. ഒരു വിധത്തിലുള്ള നിഗൂഢതയും ഇല്ലാത്ത ഇടപാടുകൾ അത് ചിലപ്പോൾ അസാധ്യമാണല്ലോ. അതുകൊണ്ട് ഗുരുതരമായ നിഗൂഢതയുള്ളതും എന്നാൽ ഒഴിവാക്കാൻ സാധിക്കുന്നതും ആയിട്ടുള്ള നിഗൂഢതകളുള്ള എല്ലാ ഇടപാടുകളും നിരോധിച്ചിട്ടുണ്ട്. അല്ലറ ചില്ലറ കാര്യങ്ങളിൽ അതിന് ഉദാഹരണമായിട്ടൊരു വീട് വിൽക്കുന്നു, വീട് കണ്ടിട്ടുണ്ട്, അതിൻ്റെ ചുമര് കണ്ടു, അതിൻ്റെ പിന്നെ സീലിംഗ് കണ്ടു, അതിൻ്റെ അകം കണ്ടു, പുറം കണ്ടു, എല്ലാം കണ്ടു. പക്ഷേ അതിൻ്റെ അടിത്തറ ഭൂമിയിലേക്ക് ഇറങ്ങിയ അടിത്തറ കണ്ടിട്ടില്ല. കണ്ടാൽ തന്നെ എവിടെയെങ്കിലും ഒന്ന് മാന്തി കീറി നോക്കിയാൽ തന്നെയും ആ ഭാഗമേ കാണുകയുള്ളൂ, അതിൻ്റെ എല്ലാ ഭാഗവും കാണാൻ പറ്റുകയില്ല. അവിടെ വീട് കച്ചവടം ചെയ്യുമ്പോൾ ഇത്രയും കണ്ട ഈ കെട്ടിടം അത് താങ്ങി നിർത്തുന്ന ബേസ് സ്വാഭാവികമായും അത് ഉറപ്പുള്ളതും ബലമുള്ളതുമായിരിക്കും
എന്ന നിഗമനത്തിലാണ് കച്ചവടം നടക്കുന്നത്. അവിടെ കാണാത്തതാണല്ലോ കച്ചവടം ചെയ്തത്. പക്ഷെ ആ ഹൊറർ വളരെ നിസ്സാരം, അനിവാര്യം, അത് സഹിക്കുകയില്ല, അത് വിവാഹമില്ലാത്തത് കൊണ്ട് ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. അശാത്തുൽ ഹാമിലും അൽ ഹംല്, ഗർഭിണിയായ ഒരു മൃഗത്തെ വിൽക്കുന്നു, ഉദാഹരണം ഒരു ആട്ടിനെ വിൽക്കുന്നു, ഗർഭിണിയായ ഒരു ആട്ടിനെ വിൽക്കുന്നു, ഗർഭത്തോടുകൂടി വിൽക്കുന്നു. അവിടെ ആടാണ് മുഖ്യം, അതാണ് മത്ബൂഅ്, മറ്റേത് താബി അനുബന്ധം മാത്രമാണ്. അതുകൊണ്ട് അവിടെ ഗർഭത്തെ ഒഴിച്ചു നിർത്താൻ നിർവാഹമില്ല. അതുപോലെ വളരെ മഷക്കത്തുണ്ട്. അതുകൊണ്ട് അവിടെ നിസ്സാരമായ ഒരു ഹൊറർ മാത്രമേ ഉള്ളൂ. നേരെ മറിച്ച് തള്ളയെ ഒഴിവാക്കി കുട്ടിയെ മാത്രം വിൽക്കാൻ പാടില്ല, ഹൊറർ വലുതാണ്. തള്ളയെ വിൽക്കുന്നു, കൂട്ടത്തിൽ കുട്ടിയുമുണ്ട്, വിരോധമില്ല. അതുപോലെ തന്നെ ദാബത്തും ഫിളറിയ ലബൻ, അകിട്ടിൽ പാലുള്ള ഒരു മൃഗത്തെ വിൽക്കുന്നു, ആടാണ് അവിടെ യഥാർത്ഥ മബിയഴ്, പാല് അനുബന്ധമായി, അത് നിസ്സാരമാണ്, ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. ജുബത്തും മഹശൂബത്തും കുത്തിനേൻ, പഞ്ഞി നിറച്ച ഒരു കോട്ട്, അതിൻ്റെ ഉള്ളിലെ പഞ്ഞി പുറത്തെടുത്ത് കാണിക്കാൻ സാധിക്കുകയില്ല. അപ്പം അതുകൊണ്ട് സാമ്പിളിന് വേണ്ടി എവിടെയെങ്കിലും ഒന്ന് കാണിച്ചാൽ തന്നെ ഫുള്ള് കാണിക്കാൻ പറ്റുകയില്ല. അവിടെ ചെറിയൊരു ഹൊററുണ്ട്, ആ ഹൊറർ ഇസ്ലാം അംഗീകരിച്ചിട്ടുണ്ട്, അനുവദിച്ചിട്ടുണ്ട്. ഇജാറത്തു ഷഹരിമ അന്നഹു റുബമായ എങ്കുസ്, നാം വാടക കൊടുക്കുന്നു, ഒരു മാസക്കണക്കിന് വാടക കൊടുക്കുന്നു. മാസം ചാന്ദ്രമാസമാണെങ്കിൽ 29, 30, 29, 30. സൗരമാസമാണെങ്കിലോ അവിടെ 28, 30, 31 വ്യത്യാസമുണ്ടാകും. ഒരു മാസത്തിൽ 2000 രൂപ വാടക നിശ്ചയിച്ചുകൊണ്ട് ഒരു റൂം വാടകയ്ക്ക് കൊടുത്തു. അത് ചിലപ്പോൾ മാസം 28 ആണെങ്കിലും 30 ആണെങ്കിലും 31 ആണെങ്കിലും 2000 രൂപ തന്നെ വാടക. അല്ല, ചാന്ദ്രമാസക്കണക്കിലാണ്, അറബി മാസക്കണക്കിലാണ് വാടക കൊടുത്തെങ്കിൽ മാസം 29 ആണെങ്കിലും വാടക 2000 തന്നെ. അപ്പം അവിടെ ചെറിയൊരു വ്യത്യാസം വന്നല്ലോ. ആ ഹൊറർ അത് നിസ്സാരമാണ്, അത് ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട് അല്ലേ. ഇതുപോലെയുള്ള ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. നിസ്സാരമായതും ഒഴിവാക്കാൻ പ്രയാസമുള്ളതുമായിട്ടുള്ള ചില ഹൊററുകൾ അതനുവദിച്ചിട്ടുണ്ട്. ഫിഖ് ഗ്രന്ഥങ്ങളിൽ ഇക്കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. എന്നാൽ ഇവിടെ നമുക്ക് നെറ്റ്വർക്ക് ബിസിനസ്സിലേക്ക് കടക്കാം. നെറ്റ്വർക്ക് ബിസിനസ് എന്ന് പറയുമ്പോൾ അതിനൊക്കെ പൊതുവായൊരു സ്വഭാവം എല്ലാറ്റിനും ഉണ്ട് എന്ന് പറഞ്ഞു. ഞാൻ അതിൻ്റെ ഇസ്ലാമികമായ വിധി സഹൃദയരായ സന്മനസ്സുള്ളവരായ സത്യാന്വേഷണ ബുദ്ധികളായ ആളുകളുടെ മുമ്പിൽ വെക്കും മുമ്പ് ആദ്യമായിട്ട് നെറ്റ്വർക്ക് ബിസിനസ്സിനെ സംബന്ധിച്ച് ഇതൊക്കെ മൂല്യക്കന്മാർ ലോകം തിരിയാത്തത് കൊണ്ട്, ബിസിനസ് എന്താണെന്ന് തിരിയാത്തത് കൊണ്ട്, പള്ളിയുടെ മൂലയിൽ ചൊറിഞ്ഞിരിക്കുന്ന ഇവർ എന്തൊക്കെ പറയുകയാണ് എന്ന് പറയുന്നവരും ജൽപ്പിക്കുന്നവരുമുണ്ട്. ഒരു കാര്യം ചെയ്യാൻ നമുക്ക് ആദ്യമായി നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിനെ സംബന്ധിച്ചൊരു അവലോകനം നമുക്ക് മറ്റുള്ളവർ നടത്തിയൊരു അവലോകനം നമുക്കൊന്ന് നടത്താം. എന്നിട്ട് നമുക്ക് മതപരമായ വിധി പറയാം. ഇത് ശരിയാണോ തെറ്റാണോ എന്ന് മറ്റുള്ളവർ പറഞ്ഞതിനെ കുറിച്ച് ഒന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞു, പല കമ്പനികളുമുണ്ട്. ക്വാണ്ടമുണ്ട്, ആംബേ ഉണ്ട്, ആംബേ തന്നെ അല്ല RMP ഉണ്ട്, അതുപോലെ തന്നെ ആംബേ ഉണ്ട്, RCM ഉണ്ട്, പിന്നെ നേരത്തെ പറഞ്ഞ DXN ഉണ്ട്. ഇങ്ങനെ പല നെറ്റ്വർക്ക് കമ്പനികളുമുണ്ട്. എല്ലാറ്റിൻ്റെയും പൊതു സ്വഭാവം ഒന്ന് തന്നെ. കോണിബയോ ഇത് സംബന്ധമായി ഭൗതികന്മാരായ ആളുകൾ എന്തു പറഞ്ഞു, പത്രമാസിക വീക്കിലികൾ എന്തു പറഞ്ഞു. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഒരു അവലോകനം എന്ന പുസ്തകത്തിൽ KS മോഹനൻ പറയുന്നു, മിതമായ വിലക്ക് ഗുണമേന്മയുള്ള സാധനങ്ങൾ ലഭിക്കാനുള്ള അവസരമായി മാത്രം കണ്ട് ആൾക്കാരെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയി സ്പോൺസർ ചെയ്യാതിരിക്കുക. ഇതൊരു ബിസിനസ്സായി കണ്ട് മാസം തോറും വൻ വരുമാനം ലഭിക്കുവാനുള്ള അവസരമായി കാണുന്ന താല്പര്യമുള്ളവരെ മാത്രം ഇതിലേക്കായി സ്പോൺസർ ചെയ്യുക. അപ്പം ഗുണമേന്മയുള്ള പ്രൊഡക്റ്റുകൾ കുറഞ്ഞ വിലക്ക് ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യമാണ് ഇവർ പ്രഥമ ദൃഷ്ട്യാ പറയുന്നതെങ്കിലും വാസ്തവത്തിൽ ആ ലക്ഷ്യമല്ല ഉള്ളത്. യഥാർത്ഥമായി ഇതിൽ കണ്ണിയിൽ ആളുകളെ ചേർക്കുമ്പോൾ പ്രൊഡക്റ്റിൻ്റെ ഗുണമേന്മയിലേക്ക് ജനശ്രദ്ധ തിരിക്കരുത് എന്നാണ് പറയുന്നത്. ചതിയുടെ ഒരു സ്വഭാവം നോക്കണം.
ജനങ്ങളുടെ അത്യാർത്തി ധനസമ്പാദനത്തിനുള്ള അത്യാർത്തി തട്ടി ഉണർത്തണം എന്നെങ്കിലേ ആളുകളെ കിട്ടുകയുള്ളൂ. പ്രൊഡക്റ്റിന്റെ ഗുണം പറഞ്ഞാൽ ആ പ്രൊഡക്റ്റ് എനിക്കിപ്പോൾ ആവശ്യമുണ്ടോ ഇല്ലേ, ആവശ്യമുണ്ടെങ്കിൽ തന്നെ അത്ര അധികം ആവശ്യമുണ്ടോ, ഉണ്ടെങ്കിൽ തന്നെ ഗുണമേന്മ പൊതു മാർക്കറ്റിൽ കിട്ടുന്നതിനേക്കാൾ ഗുണമേന്മ ഉണ്ടോ ഇല്ലേ, ഗുണമേന്മ ഉണ്ടെങ്കിൽ തന്നെ റേറ്റ് പുറത്തു വാങ്ങുന്നതിനേക്കാൾ കുറവോ കൂടുതലോ എന്നൊക്കെ ഉപഭോക്താവ് നോക്കും. ഇതൊന്നും ചിന്തിക്കാൻ ഇടവരുത്തരുത്. ആവശ്യമുണ്ടാകട്ടെ, ഇല്ലാതിരിക്കട്ടെ, ആവശ്യത്തിൽ കൂടുതലാകട്ടെ, മാസാന്തം പർച്ചേസ് നടത്തണം, മറ്റുള്ളവരെ കൂടെ നടത്തിക്കണം. ഇങ്ങനെ എത്ര കണ്ട് നടത്തുന്നു അതിനനുസരിച്ചാണ് ലാഭം ഉണ്ടാകുന്നത്. അതുകൊണ്ട് മിതമായ വിലക്ക് ഗുണമേന്മയുള്ള സാധനങ്ങൾ ലഭിക്കാനുള്ള അവസരമായി മാത്രം കണ്ട് ആൾക്കാരെ ഡിസ്ട്രിബ്യൂട്ടേഴ്സായി സ്പോൺസർ ചെയ്യാതിരിക്കുക. ഇതൊരു ബിസിനസ്സായി കണ്ട് മാസം തോറും വൻ വരുമാനം ലഭിക്കാനുള്ള അവസരമായി കാണുന്ന താല്പര്യമുള്ളവരെ മാത്രം ഇതിലേക്കായി സ്പോൺസർ ചെയ്യുക. തുടർന്ന് കുറച്ചുകൂടി അങ്ങോട്ട് ചെന്നപ്പം അടുത്ത അതിൽ 33-ാമത്തെ പേജിൽ അങ്ങനെ പറഞ്ഞപ്പോൾ 34-ാമത്തെ പേജിൽ അദ്ദേഹം തന്നെ എഴുതുകയാണ്, ഒരാളോട് ചർച്ച ചെയ്യുമ്പോൾ പ്രൊഡക്റ്റുകളെക്കുറിച്ചുള്ള ചർച്ചയിലേക്ക് നയിച്ച് ഒരു കൺസ്യൂമറിസത്തിലേക്ക് പോകാതിരിക്കുക. ഇത് ഒരു വരുമാനമുള്ള ബിസിനസ്സായി മാത്രം കാണുക, ചർച്ച അതിലേക്ക് നയിക്കുക, ഊന്നൽ നൽകുക. അപ്പോൾ ഒരാളോട് ചർച്ച ചെയ്യുമ്പോൾ പ്രൊഡക്റ്റുകളെക്കുറിച്ചുള്ള ചർച്ചയിലേക്ക് നയിച്ച് ഒരു കൺസ്യൂമറിസത്തിലേക്ക് പോകാതിരിക്കുക. ഇത് ഒരു വരുമാനമുള്ള ബിസിനസ്സായി മാത്രം കാണുക, ചർച്ച അതിലേക്ക് നയിക്കുക, ഊന്നൽ നൽകുക. അപ്പം നല്ല പ്രൊഡക്റ്റുകൾ കുറഞ്ഞ വിലക്ക് കൊടുത്ത് ജനങ്ങളെ നന്നാക്കാൻ വേണ്ടിയുള്ള ഏർപ്പാടല്ല ഇത്. ഇത് നെറ്റ്വർക്കിനെ അനുകൂലിച്ച് അത് സമഗ്രമായി പഠിച്ച് ഒരാൾ എഴുതിയ പുസ്തകത്തിലാണ് ഈ കാര്യം പറയുന്നത്. ഇനി നമുക്ക് ഇതിലെ വഞ്ചനയുടെ സ്വഭാവം ഇതിലുണ്ടോ ഇല്ലേ? ഹൊററുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ഹൊററുള്ള കച്ചവടങ്ങളൊക്കെ ഇസ്ലാം നിരോധിച്ചിട്ടുണ്ട്. നമുക്ക് ഇസ്ലാമിക വീക്ഷണത്തിലുള്ള ഹൊറർ എന്താണെന്ന് നമുക്ക് പറയാം. എന്നാൽ ഇത് സംബന്ധമായി പഠനം നടത്തിയ ഭൗതികന്മാരായ ആളുകളും അല്ലാത്തവരുമായ ആളുകൾ അവിടെ പത്രമാസിക വീക്കിലി ബുക്ക്ലെറ്റുകളിൽ ഇത് സംബന്ധമായി എന്ത് പറഞ്ഞു? വഞ്ചന ഇതിലുണ്ടോ ഇല്ലേ? എന്നാൽ വഞ്ചന ഇതിലുണ്ടെന്ന് നെറ്റ്വർക്ക് ബിസിനസ്സുകാർ തന്നെ സമ്മതിക്കുന്നു. വഞ്ചന ഉണ്ടെന്ന് നെറ്റ്വർക്ക് ബിസിനസ്സുകാർ തന്നെ സമ്മതിക്കുകയാണ്. ഇതാ RCMന്റെ ഒരു ബുക്ക്ലെറ്റ്. RCM അതിൽ പറയുന്നു, നല്ലപോലെ നോക്കണം. RCMന് മുമ്പ് വന്നിട്ടുള്ള പൂർവ നെറ്റ്വർക്ക് കമ്പനികൾ എല്ലാം ജനങ്ങളെ വഞ്ചിച്ചിട്ടുണ്ട് എന്ന് RCMന്റെ ലഘുരേഖ സമ്മതിക്കുകയാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ MLM ഏറെ തെറ്റിദ്ധരിക്കപ്പെടാൻ ഇടയായത് എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഏറെ തെറ്റിദ്ധരിക്കപ്പെടാൻ ഇടയായത് എന്തുകൊണ്ടാണ്? കഴിഞ്ഞ കുറേ വർഷങ്ങൾക്കുള്ളിൽ അനേകം കമ്പനികൾ ഈ രീതിയിലൂടെ നമ്മെ ചൂഷണം ചെയ്തു. വിദേശ കമ്പനികൾ പലതും അവരുടെ ഉൽപ്പന്നങ്ങൾ അവരുടെ നാട്ടിലെ വിലയ്ക്ക് ഇന്ത്യയിൽ വിറ്റഴിക്കുവാൻ ശ്രമിച്ചു. മാത്രമല്ല നമ്മുടെ നാട്ടിലെ ചിലർ സംഘം ചേർന്ന് മുമ്പ് അപ്രത്യക്ഷമായ മണിച്ചെയിൻ തട്ടിപ്പുകൾ ഏതാനും ഉൽപ്പന്നങ്ങളുടെ ലേബലോടെ MLM രീതിയിൽ പുനരാവിഷ്കരിച്ചു. ദിവസം തോറും ഇരട്ടിക്കുന്ന പണത്തിൻ്റെ അബദ്ധക്കണക്കുകൾ കാട്ടി തലയെണ്ണി കാശ് കൊടുക്കുന്ന പ്രസ്ഥാനങ്ങളുടെ കെണിയിൽ തലവെച്ച് വൻതുക മുടക്കിയ 95% പേരുടെയും പണം നഷ്ടപ്പെട്ടു. കേവലം 5% വരുന്ന സമർത്ഥരായ നേതാക്കൾ മാത്രം പണമുണ്ടാക്കി വിശ്വസ്തരായ വിദേശ കമ്പനികളിൽ ചേർന്നവരാകട്ടെ വൻ വിലയുള്ള അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന് RCMന് മുമ്പ് നിലവിൽ വന്നിട്ടുള്ള മൾട്ടി ലെവൽ കമ്പനികളെ സംബന്ധിച്ചുള്ള വിലയിരുത്തല. ആംവേയെക്കുറിച്ച് വന്നിട്ടുള്ളൊരു പത്രവാർത്തയാണ്. കേരളത്തിലെ ഒരു പ്രസിദ്ധമായൊരു പത്രത്തിൽ വന്നത് ആംവേയുടെ ചങ്ങലക്കണ്ണികളെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞ്
ചുരുങ്ങിയ ചെലവിൽ വേഗത്തിൽ കോടികളുടെ സമ്പാദ്യമെന്നതാണ് അവരുടെ വാഗ്ദാനത്തിൻ്റെ സവിശേഷത. ആരാണ് ആംവേ? 1959 അമേരിക്കയിൽ ആരംഭിച്ച ഒരു മാർക്കറ്റിംഗ് കമ്പനിയാണിത്. എന്നാൽ ആംവേയുടെ ഭൂരിഭാഗം ഉൽപ്പന്നങ്ങളും വിറ്റഴിയുന്നത് അമേരിക്കക്ക് പുറത്താണെന്നറിയുക. അമേരിക്കയിൽ ആവിർഭവിച്ച ഒരു ബിസിനസ് കമ്പനി അതിൻ്റെ ഉൽപ്പന്നങ്ങൾ ഏറിയ കൂറും വിറ്റഴിയുന്നത് വിദേശത്താണ്. കാരണം അമേരിക്കൻ വിപണിയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കാനുള്ള ഗുണമേന്മ ആംവേ ഉൽപ്പന്നങ്ങൾക്കില്ല എന്നത് തന്നെ. ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇതിലെ ഉൽപ്പന്നങ്ങൾക്ക് വില കൂടുതലാണ്, വില കുറവാണെന്ന് അവർ പറയുന്നത്. ഇതിൽ വില കൂടുതലാണെന്ന് ഉദാഹരണ സഹിതം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഉൽപ്പന്നങ്ങളുടെ വില അറിയുമ്പോൾ ഞെട്ടരുത്. 100 ഗ്രാം ടൂത്ത് പേസ്റ്റിന് കേവലം 100 രൂപ മാത്രം. 250 മില്ലി ഷാംപൂവിനാകട്ടെ 318 രൂപയും. 1/2 ലിറ്റർ ഡിറ്റർജൻറ്റിന് 450 രൂപ നൽകേണ്ടി വരുമ്പോൾ 500 മില്ലി കാർ വാഷിന് 200 രൂപ നൽകണം. ശരീരത്തിന് പൂർണ്ണ സംരക്ഷണം എന്ന പേരിൽ ഇറങ്ങുന്ന ന്യൂട്രിലൈറ്റ് എന്ന ഗുളികകൾക്ക് വില 2229 രൂപയാണ്. ഇങ്ങനെ എണ്ണിപ്പറഞ്ഞ് അവർ പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ, ഇവിടെ അവസാനം പറയുന്നത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ എത്രയോ ഇരട്ടി വിലയുണ്ടായിട്ടും ഈ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ എന്തുകൊണ്ടാണ് ആളുകൾ തയ്യാറാവുന്നത്? ഇവിടെയാണ് കച്ചവട തന്ത്രത്തിൻ്റെ കാണാച്ചരടുകൾ അഴിയുന്നത്. അപ്പം ചുരുക്കി പറഞ്ഞാൽ തന്ത്രപരമായി ജനങ്ങളെ കൊണ്ട് വില കൂടുതലുള്ള സാധനങ്ങൾ വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. ഈ മോഹനവാഗ്ദാനങ്ങളിൽ കുടുങ്ങി ആയിരങ്ങൾ നൽകി ചങ്ങലക്കണ്ണികളിൽ അംഗങ്ങളായവരിൽ 90% മുതലും ലാഭവും ലഭിക്കാതെ നരകിക്കുകയാണെന്നതാണ് സത്യം. എന്നാൽ മാനക്കേട് ഭയന്ന് കുറഞ്ഞ ശതമാനം മാത്രമേ ഇത് പുറത്തു പറയുന്നുള്ളൂ. യഥാർത്ഥത്തിൽ കേരളത്തിൽ മാത്രം ആംവേയുടെ കോടിക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ വിൽക്കാനാവാതെ കെട്ടിക്കിടക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എല്ലാം ഇപ്പോൾ വായിക്കുന്നില്ല. ആംവേയുടെ ചങ്ങലക്കണ്ണികളെ സൂക്ഷിക്കുക, ഉപഭോക്തൃ മാധ്യമം ആണ് ഞാനിപ്പോൾ വായിച്ച് കേൾപ്പിച്ചത്. 2001 മെയ്യിൽ വന്നിട്ടുള്ള ഒരു റിപ്പോർട്ടാണ്. 2001 മെയ് 20-ാം തീയതി ഞായറാഴ്ച എഴുതിയ കാര്യമാണ്. അതിരിക്കട്ടെ, ഇന്ത്യ രാജ്യത്ത് ആദ്യം വന്നത് അല്ലേ ആംവയുടെ കാര്യം തന്നെ. ഇവിടെ എന്താന്ന് പറഞ്ഞാൽ ആംവയുടെ കാര്യം അങ്ങനെയുണ്ട് പറഞ്ഞു വിട്ടുകൂടാ. വളരെ കൂടുതൽ പ്രചാരം നേടിയ ഒന്നാണ് ആംവി എന്ന് പറയുന്നത് അല്ലേ. വാരാന്ത മാധ്യമം എഴുതിയത് പോരാ, നമുക്ക് നമ്മൾ മാതൃഭൂമി എന്ത് എഴുതി അതുകൂടി ഒന്ന് കാണണമല്ലോ. ആംവയെക്കുറിച്ച് മാതൃഭൂമി എഴുതിയത് കൂടി നമുക്കൊന്ന് കാണാം. മാതൃഭൂമി ഇതാ, മാതൃഭൂമി എന്ത് പറയുന്നു നമുക്ക് നോക്കാം. ഫ്രണ്ട് പേജിൽ ടോപ്പിൽ തന്നെ കൊടുത്ത ലേഖനം 2003 ഡിസംബർ 23, 2003 ഡിസംബർ 29 മാതൃഭൂമി അതിൻ്റെ ടോപ്പിലെ ലേഖനത്തിൽ തന്നെ ഇതാ കൊടുക്കുന്നു. ആംവയെക്കുറിച്ചാണ് പറയുന്നത്. ന്യൂട്രിലൈറ്റ് എന്ന് പേരിട്ട പ്രത്യേക പോഷക വസ്തുക്കളുടെ വിതരണക്കാരായാണ് ആംവേ കമ്പനി അമേരിക്കയിൽ പ്രവർത്തനം തുടങ്ങിയത്. അലർജി, ആസ്തമ, വിഷാദം, ഹൃദയപ്രശ്നങ്ങൾ, ടോൺസിലൈറ്റിസ് തുടങ്ങി 20ഓളം രോഗങ്ങൾക്ക് ന്യൂട്രിലൈറ്റ് ഫലപ്രദമാണ് എന്ന് കമ്പനി അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ഇങ്ങനെ അവകാശപ്പെടുന്നത് ക്രിമിനൽ കുറ്റമാണെന്ന് കോടതി വിധിച്ചു. ഇതേ തുടർന്ന് അവകാശവാദങ്ങൾ അടങ്ങിയ ലഘുലേഖകളെല്ലാം കമ്പനിക്ക് പിൻവലിക്കേണ്ടി വന്നു. ന്യൂട്രിലൈറ്റിന്റെ വിൽപ്പന കുറയുമെന്ന ഭയത്തിൽ അതിൻ്റെ വിതരണക്കാർ അമേരിക്കൻ വേ അസോസിയേഷൻ അഥവാ ആംവേ എന്ന പേരിൽ പുതിയ കമ്പനി രൂപവൽക്കരിക്കുകയായിരുന്നു. സോപ്പ്, ഷാംപൂ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങളുമായി പ്രവർത്തനം തുടങ്ങിയ ആംവേ ആരോഗ്യ പോഷക വസ്തുക്കളും വൻതോതിൽ വിതരണം ചെയ്തു വരുന്നുണ്ട്.
ഇവിടെ ആംബയുടെ കാര്യമാണ് പറഞ്ഞത്. അത് പേര് മാറ്റാനുണ്ടായ സാഹചര്യങ്ങൾ, പിന്നെ തുടർന്ന് അതിൽ ആളുകൾ ചതിയിൽ കുടുങ്ങുന്ന രൂപത്തെക്കുറിച്ചൊക്കെ വിശദമായിട്ട് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. 2003 ഡിസംബർ 29 മാതൃഭൂമി എഴുതിയിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. ഇനി നമുക്ക് നോക്കാം കോണ്ടം. ഇന്ത്യ രാജ്യത്ത് ആദ്യം വന്നത് കോണ്ടമാണല്ലോ. കോണ്ടത്തെ സംബന്ധിച്ച് എന്ത് പറയാനുണ്ട്? പത്രം 16/6/2001 ഇത് മാധ്യമമാണ് എഴുതിയത്. കോണ്ടത്തിൻ്റെ പാളയത്തിൽ പടം. കോണ്ടത്തെ പറ്റി പല ആളുകൾ എഴുതിയിട്ടുണ്ട്. അതിൽ ഒന്ന് മാത്രമേ ഇപ്പോൾ സാമ്പിൾ വായിക്കാൻ ഇപ്പോൾ സമയമില്ലല്ലോ. ചതിയിൽ വഞ്ചന പാടില്ല. പക്ഷേ കോണ്ടം ഇന്റർനാഷണൽ എന്ന ഇന്ത്യൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനി ചതിയും വഞ്ചനയും വാഗ്ദാന ലംഘനവുമെല്ലാം ഒരുമിച്ച് നടത്തുന്നു. തുടക്കത്തിൽ ഇതൊന്നും തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടില്ലെങ്കിലും കോണ്ടം എക്സിക്യൂട്ടീവ്, സിൽവർ പേൾ തുടങ്ങിയ ഉയർന്ന ലെവലുകളിലെത്തിയ പലരും ഇക്കാര്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇവരിൽ പലരും രംഗം വിട്ട് കോണ്ടം വിട്ട് മറ്റ് നെറ്റ്വർക്ക് കമ്പനികളിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുകയാണ്. പ്രതിമാസം 2000-3000 രൂപ വരുമാനം വേണമെന്നുള്ളവർ സിൽവർ എക്സിക്യൂട്ടീവ് ആയി വളരുക. പ്രതിമാസം 5000-ൽ കൂടുതൽ വരുമാനം വേണ്ടവർ പേൾ എക്സിക്യൂട്ടീവായി ആവുക. 10,000-ലധികം വേണ്ടവർ എമറാൾഡും അതിലധികം വേണ്ടവർ ഗോൾഡും പ്ലാറ്റിനവുമെല്ലാമായി വളരുക. അന്തിമ ലക്ഷ്യം റോയൽ ഡയമണ്ടാണ്. അപ്പോൾ നിങ്ങളുടെ പ്രതിമാസ വരുമാനം ലക്ഷങ്ങളിലായിരിക്കും. അങ്ങനെ മധുരം പുരട്ടിയ ഇത്തരം അമ്പുകൾ തറച്ച് മോഹക്കടലിൽ വീണവർ മറ്റെല്ലാം മറന്ന് ആളെ ചേർക്കാൻ പുറപ്പെടുന്നു. 3 മാസത്തിനകം 100-ൽ പരം കണ്ണികളെ വലയിൽ കുടുക്കി പേൾ എക്സിക്യൂട്ടീവായി കഴിഞ്ഞ യുവാവിന് പക്ഷേ വരുമാനം വെറും 781 രൂപ. കമ്പനിയുടെ കമ്പ്യൂട്ടർ കമ്മീഷൻ സ്റ്റേറ്റ്മെന്റ് കിട്ടിയപ്പോഴാണ് യുവാവ് അമ്പരന്നത്. 5000-ലധികം രൂപ വരുമാനം വാഗ്ദാനം ചെയ്യപ്പെട്ട പേൾ എക്സിക്യൂട്ടീവിൻ്റെ ഗിരിയാണിത്. സിൽവറുകാരൻ്റേതും എമറാൾഡുകാരൻ്റേതുമെല്ലാം അവസ്ഥ ഇതുതന്നെ. ഇങ്ങനെ തുടങ്ങി കോണ്ടത്തിൻ്റെ ദൂഷ്യവശങ്ങളും ചതിയും അതിനൊക്കെ ഒരുപാട് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ വായിക്കേണ്ടെന്ന് ആവശ്യമില്ല. അപ്പോൾ ഒന്നാമത് വന്നത് കോണ്ടമാണ്. ഇനി കോണിഭയം വളരെ പ്രചാരത്തിലായതും മനുഷ്യന് ക്യാൻസർ വരെ മാറ്റുന്നതിനുള്ള ഔഷധങ്ങളും ഉപകരണങ്ങൾ അല്ലേ? നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ പല വിധത്തിലുള്ള ഉപകരണങ്ങൾ, പല രോഗങ്ങളും മാറ്റാനുള്ള പലവിധ ഉപകരണങ്ങളും വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്ന കോണിഭയം സംബന്ധിച്ച് പത്രം എന്ത് പറഞ്ഞു? മാതൃഭൂമി തന്നെ എടുക്കാം. ഇതാ 2003 ഡിസംബർ 28 മാതൃഭൂമി. അതിലെന്ത് പറയുന്നു? എന്താ പറഞ്ഞെന്ന് പറഞ്ഞാൽ, നമ്മൾ ഇസ്ലാമികമായി അതിൽ ഹൊററുണ്ടോ ഇല്ലേ എന്ന് പറയുന്നതിന് മുമ്പ് ഭൗതിക വീക്ഷണത്തിൽ ഇത് സംബന്ധമായി ആധികാരികമായി പഠിച്ചിട്ടുള്ള ആളുകൾ പറയുന്നത് കൂടി നമ്മൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ടാണ് ഇത് വായിക്കുന്നത്.